الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. സ്നേഹബഹുമാനമുള്ള നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറാംഗം കൂടിയായ ഉസ്താദ് മരക്കാർ മുസ്ലിയാർ, നമ്മുടെ വേദിയിലുള്ള സയ്യിദുമാർ, അഭിനന്ദരായ നമ്മുടെ വേദിയിലെ പണ്ഡിത മഹത്തുക്കൾ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും ബഹുവന്യരായ പണ്ഡിത നേതാക്കൾ, കാരണവന്മാർ, യുവപ്രവർത്തകർ, ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ ദീനി ദഅവത്ത് ഉദ്ദേശിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ദീനി ദഅവത്ത് എന്ന ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഒത്തുകൂടിയിട്ടുള്ള നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നല്ലവരായ അടിമകളിൽ ഉൾപ്പെടുത്തി പ്രതിഫലം നൽകുമാറാവട്ടെ. മരണമടഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടി സന്തോഷമടയുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ സദുദ്ദേശ്യം ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഏതെങ്കിലും പ്രസ്ഥാനത്തെ അന്ധമായി എതിർക്കുകയോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ന്യായീകരിക്കുകയോ ചെയ്യുക എന്നതല്ല നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയവരും ഇത് ശ്രദ്ധിക്കുന്നവരുമായ മുഴുവൻ ആളുകളോടും വളരെ വിനയപുരസ്സരം എനിക്ക് അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കുവാനുമുള്ളത്, മുൻധാരണാജന്യമായ തീരുമാനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു വിഷയത്തെ അതിന്റെ താത്വികമായ അടിസ്ഥാനത്തിൽ സമീപിക്കുകയും അതേക്കുറിച്ച് നമുക്കറിയാവുന്ന വിഷയങ്ങളും വിവരങ്ങളും ക്രോഡീകരിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു പ്രചോദനമായിരിക്കണം നമ്മുടെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻധാരണകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഒരു വിഷയത്തെ അവധാനതയോടുകൂടി അതല്ലെങ്കിൽ തുറന്ന മനസ്സോടുകൂടി സമീപിക്കേണ്ടതാണ്. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു പുതിയ വിഷയം രൂപപ്പെട്ടു വരുമ്പോൾ അതേക്കുറിച്ച് പഠിക്കാൻ ധാരാളം സംവിധാനം നമുക്കിന്നുണ്ട്. ഒരു ആവേശോജ്വലമായ പ്രസംഗമോ അതിരൂക്ഷമായ വിമർശനമോ ഒരിക്കലും നിങ്ങൾ ഇത്തരമൊരു പരിപാടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മുടെ ആളുകളുടെ മനസ്സിലൊക്കെ അന്തർലീനമായ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനോടുള്ള സ്നേഹം തെറ്റായ രീതിയിൽ തിരിച്ചുവിട്ടുകൊണ്ട് യാഥാർത്ഥ്യത്തെ അവർക്ക് മനസ്സിലാക്കാൻ അവസരം നിഷേധിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അവസരം നൽകാതെയോ വ്യത്യസ്തമായ തലങ്ങളിലൂടെ അവരെ സഞ്ചരിപ്പിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അത്തരം സംഘടനകളും അതിന്റെ പ്രവർത്തനങ്ങളുമൊക്കെ അടുത്തറിയാനും അതുപോലെ തന്നെ അതിനെ മനസ്സിലാക്കാനും അവസരമുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വകാല പണ്ഡിതന്മാർ അതിനെ എതിർത്തു? എന്തേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത്തരമൊരു സംഘടനകളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ നിർബന്ധിതമായി എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇതം പര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ ഏതു മതസംഘടനകളാണെങ്കിലും, അത് ത്വരീഖത്താവട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു പ്രസ്ഥാനങ്ങളാവട്ടെ, ആ പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊന്നും വളരെ പെട്ടെന്ന് എടുത്തുചാടി ഒരു തീരുമാനമെടുത്ത പാരമ്പര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കില്ല. മറിച്ച് ആ വിഷയത്തെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് അന്വേഷണ പഠനം ദീർഘനാൾ നടത്തിയിട്ട് 100% സൂക്ഷ്മതയോടുകൂടി മാത്രമേ അതേക്കുറിച്ച് സമസ്ത പ്രതികരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഒരു ബിദഈ പ്രസ്ഥാനത്തെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശ്രിക്കുകൾ എന്ന് മുദ്രകുത്തുകയോ ദീനിന്റെ പടിക്ക് പുറത്താക്കുകയോ ചെയ്ത പാരമ്പര്യമില്ല. ബഹുഭൂരിപക്ഷം വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ മുശ്രിക്കുകൾ എന്ന് മുദ്രകുത്തിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു നിർത്തിയപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ച ഒരു നയം സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവരെ ബിദ്അത്തിന്റെ കക്ഷികൾ അല്ലെങ്കിൽ നവീനവാദം ദീനിൽ കൊണ്ടുവന്നവർ എന്ന ഒരു പദം മാത്രമേ സമസ്ത അവരെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. ആശയത്തിൽ വൈകല്യമുണ്ട് എന്ന് മാത്രമേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സൂചിപ്പിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അത്തരം ചില സംഘടനകൾ അതിഗുരുതരമായ ആരോപണങ്ങൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആ ഗൗരവത്തിനനുസരിച്ചുകൊണ്ടുള്ള പ്രതികരണമല്ല, മറിച്ച് ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് സമസ്തയിൽ നിന്നുണ്ടായിട്ടുള്ളത്.
നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളെയും അതുപോലെ തന്നെ ദീനീ പ്രവർത്തകരെയും സ്വാധീനിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ ദഅവത്ത് ചെയ്ത് മദ്യപിക്കുന്നവരും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമായ ആളുകളെ നേരിട്ട് കണ്ട് അവരെ സമീപിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ പന്താവിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി അവരെ നമസ്കരിപ്പിക്കുവാനും അതുപോലെ തന്നെ അവരെ നോമ്പനുഷ്ഠിക്കുവാനും ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ അവരെ പ്രേരിപ്പിച്ച് ഇന്നലെ വരെ മദ്യപാനിയായി നടന്നിരുന്ന ഒരു മനുഷ്യനെ ഇന്ന് നല്ല രീതിയിൽ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവനാക്കി തീർക്കുന്ന പ്രക്രിയ നിർവഹിക്കുന്ന ചില പ്രവർത്തകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ പ്രവർത്തനം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപാർഹമായ പ്രവർത്തനമാണെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. അത്തരം പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ നിർവഹിക്കുന്നത് സ്വമേധയാ അതല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തോടു കൂടിയാണെങ്കിൽ ഒരു പ്രത്യേക പ്രസ്ഥാനത്തിന്റെയോ അതല്ലെങ്കിൽ പ്രത്യേക ചിന്താഗതിയുടെയോ മാർഗത്തിലല്ലെങ്കിൽ അത്തരമൊരു പ്രവർത്തനത്തെ ഒരിക്കലും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. കാരണം സമൂഹത്തിലെ നന്മയെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഇന്ന് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരു സംഘടിത തലത്തിൽ വ്യാപകമായി ചില സംഘടനകളുടെ ലേബലിലാണ് നടന്നു വരുന്നത്. വളരെ വ്യക്തമായി പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്തിന്റെ ലേബലിൽ. നാം ഏതൊരു പ്രസ്ഥാനത്തിന്റെ ലേബലിലാണോ അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിന്റെ തണലിലാണോ പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തബ്ലീഗ് ജമാഅത്ത് എന്ന സംവിധാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ച് അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ഒരു വിചിന്തനം നമ്മുടെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുന്നതിനാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതില്ലെങ്കിലും ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവർഷം 1883 യു പിയിലെ കാന്തര എന്ന പ്രദേശത്ത് ജനിച്ച മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പ്രസ്ഥാനത്തെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ കൊണ്ടുവന്നത്. 1944 ഈ പ്രസ്ഥാനത്തെ അയാൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോടോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടോ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരോടോ ഉള്ള വിദ്വേഷമല്ല, മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർരേഖയിലാണെങ്കിൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ പ്രവേശിക്കൂ, സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം അതാണ് എന്ന് പ്രവാചകന്മാർ മുഖേന നമ്മളെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്നത് പരലോകം രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. ചെയ്യുന്ന പ്രവർത്തനം നന്മയല്ലേ എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും നന്മ ചെയ്തവർക്ക് മുഴുവൻ സ്വർഗം കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നന്മ ചെയ്യുന്നവർക്ക് അതിന്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സൽക്കർമ്മത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ വ്യക്തമായി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച പദം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് എന്നാണ്. വിശ്വസിച്ചവരെ, സൽക്കർമ്മം അനുഷ്ഠിച്ചവരെ. വിശ്വാസത്തിനാണ് പ്രാധാന്യം. വിശ്വാസം ശരിയായ ശേഷമുള്ള സൽക്കർമ്മത്തിനെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ. വിശ്വാസം ശരിപ്പെടാതെ ഒരാൾ സൽക്കർമ്മം ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. സൽക്കർമ്മം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കും. എന്നാൽ വിശ്വാസം ശരിപ്പെട്ടവനെ പടച്ചറപ്പ് സ്വർഗം കൊടുക്കൂ. നമ്മുടെ സമൂഹത്തിൽ എത്രയോ അമുസ്ലിങ്ങൾ എത്രയോ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ. നല്ല ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരുപാട് അമുസ്ലിം സഹോദരങ്ങളുണ്ട്. ഈ സഹോദരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ നന്മയെ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ തൗഹീദിന്റെ വക്താക്കളല്ലാത്തത് കൊണ്ടും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞ നിബന്ധനകൾ ഇല്ലാത്തത് കൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവരുടെ കാര്യം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സ്വർഗപ്രവേശം ലഭ്യമല്ല എന്നാണ്. ആ വിശ്വാസമാണ് നമ്മൾ വെച്ചു പുലർത്തുന്നതും അതാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രവർത്തനവും നമ്മൾ കാണുമ്പോൾ നല്ലതല്ലേ, പ്രവർത്തനത്തെ മാത്രം നോക്കിക്കൊണ്ട് വിലയിരുത്തുന്ന ഒരു സ്വഭാവം ഒരിക്കലും പരിശുദ്ധ ദീനിൽ അഭികാമ്യമല്ല. ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഭാഗ്യപദങ്ങളല്ല നോക്കേണ്ടത്. എന്നാൽ ആ പ്രവർത്തനം നല്ലതാണ്, നമ്മളത് ശരിക്കും അഡ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ആശയം ക്രോഡീകരിച്ച മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിന് അത് എങ്ങനെ ലഭ്യമായി എന്നതിനെക്കുറിച്ചുള്ള ചരിത്രരേഖ പരിശോധിച്ചാൽ നമുക്കതിന്റെ പശ്ചാത്തലം വ്യക്തമായി ബോധ്യമാകും. മൻമൂർ നുഅ്മാനി എന്ന് പറയുന്ന വ്യക്തി ക്രോഡീകരിച്ച മൽഫൂദാത്തെ ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഇല്യാസ്, അദ്ദേഹത്തിന്റെ വചനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മൻമൂർ നുഅ്മാനി ക്രോഡീകരിച്ച ഗ്രന്ഥത്തിൽ
അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, മുഹമ്മദ് ഇല്യാസിനെ ഇത് എവിടുന്ന് കിട്ടിയെന്നതിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. മൽഫൂലാത്തെ മൗലാന മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിന്റെ പേജ് 51 ഇല്യാസിന്റെ വാക്കുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് മന്നൂർ നുഅ്മാനി പറയുന്ന വാചകം നോക്കൂ നിങ്ങൾ. ഇല്യാസിനെ കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച് വളരെ വ്യക്തമായി ക്രോഡീകരിച്ച വ്യക്തി പറയുന്നു, 51-ാമത്തെ പേജിൽ മൽഫൂലാത്തെ ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഇല്യാസ് എന്ന പുസ്തകത്തിലുള്ള വചനമാണ് ഞാൻ വായിക്കുന്നത്. ഒരിക്കൽ മൗലാന ഇല്യാസ് പറഞ്ഞു, സ്വപ്നം പ്രവാചകത്വത്തിന്റെ 46-ൽ ഒരംശമാണ്. പരിശീലനത്തിലൂടെയോ അഭ്യാസത്തിലൂടെയോ കരഗതമാക്കാത്ത പുരോഗതി ചിലർക്ക് സ്വപ്നത്തിലൂടെ ലഭിക്കുന്നു. കാരണം പ്രവാചകത്വത്തിന്റെ അംശമായ യഥാർത്ഥ ജ്ഞാനമാണ് സ്വപ്നത്തിൽ അവർക്ക് നൽകപ്പെടുന്നത്. കുറച്ചുകാലമായി സ്വപ്നത്തിൽ എനിക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നു. അതിനാൽ ഉറക്കം കൂടുതൽ വരാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഉഷ്ണം കാരണം ഉറക്കം കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് തലയിൽ എണ്ണ പുരട്ടാൻ തുടങ്ങിയപ്പോൾ നല്ല ഉറക്കം ലഭിച്ചു. ഈ തബ്ലീഗിന്റെ വഴിയും എനിക്ക് സ്വപ്നത്തിൽ വെളിവായതാണ്. അപ്പൊ ഈ തബ്ലീഗിന്റെ മാർഗരേഖ എനിക്ക് സ്വപ്നത്തിലൂടെ ലഭ്യമായതാണ് എന്ന് വളരെ വ്യക്തമായി മുഹമ്മദ് ഇല്യാസ് ഉദ്ധരിച്ചതായി മന്നൂർ നുഅ്മാനി മൽഫൂലാത്തെ ഹദറത്ത് മൗലാന മുഹമ്മദ് ഇല്യാസ് എന്ന ഗ്രന്ഥത്തിന്റെ 51-ാമത്തെ പേജിൽ സൂചിപ്പിക്കുന്നു. ഈ ഗ്രന്ഥം ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ വാങ്ങി പരിശോധിച്ചാൽ ഈ ഉദ്ധരണി വളരെ മനോഹരമായി കാണാൻ കഴിയും. അപ്പൊ സ്വപ്നദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് 1944 രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യകാലത്ത് ഡൽഹിക്ക് തെക്ക് ഭാഗത്തുള്ള മേവാത്ത് എന്നൊരു സ്ഥലമുണ്ട്. ആ പ്രദേശത്ത് ഇവർ കുറച്ച് ദഅ്വാ പ്രവർത്തനം നടത്തിയിരുന്നു. ആ പ്രവർത്തനത്തിലൂടെ കുറെ ആളുകളെ യാഥാർത്ഥ്യം ഗ്രഹിപ്പിക്കൽ എന്ന ആ ഒരു മാർഗേണ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ദഅ്വത്തെത്താത്ത ചില പ്രദേശത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ പ്രസ്ഥാനം അവിടെ വേര് പിടിക്കാനുണ്ടായ കാരണം. ഈ മേവാത്ത് എന്ന സ്ഥലത്ത് ദഅ്വത്ത് നടത്തി അവർ ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഇവർ ഈ രീതിയിൽ ദഅ്വത്ത് പല സ്ഥലത്തേക്കും വ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൽ നമ്മുടെ കടമയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട്, ആ വിശ്വാസം തെറ്റാണെന്നോ ആ പ്രചരണം ശരിയല്ല എന്നോ അല്ല ഞാൻ പറയുന്നത്, ആ രീതിയിൽ ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളെ നന്മയിലേക്ക് ആകർഷിക്കുന്ന പ്രവർത്തനം ധാരാളമായി നടത്തി. പക്ഷെ ഇങ്ങനെ ഈ നന്മയുടെ പ്രവർത്തനം നടത്തുന്നു എന്ന് സ്വയം വിശ്വസിക്കുന്ന പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ അടിത്തറ എന്താണ്? ഈ സംഘടനയുടെ അടിത്തറയിൽ ആരൊക്കെ എന്തൊക്കെ ആശയങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിത്തറയിലേക്ക് ഇറങ്ങിപ്പോകണം. ഏതൊരു വിഷയം വരുമ്പോഴും അതിന്റെ അടിത്തറയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിരിക്കണം. എല്ലാ വിഷയത്തെക്കുറിച്ചും പഠിക്കാൻ നമുക്ക് സൗകര്യമുണ്ടല്ലോ. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഈ പ്രസ്ഥാനത്തിൽ ചേർന്നവർ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ വ്യക്തമായി പറഞ്ഞു തരും. പ്രവർത്തകർ അവലംബമായി സ്വീകരിക്കുന്ന, അവർ അവലംബിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇസ്മായിൽ ദഹ്ലവിയുടെ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം. ഇസ്മായിൽ ദഹ്ലവിയുടെ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് ഇവർ ഇതിന് പ്രചരണത്തിനും അതുപോലെ തന്നെ പ്രബോധനത്തിനും ഈ വിഷയം പഠിക്കുന്നതിനും ആദർശപരമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം. ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസ്ഥാന നേതാക്കൾ അംഗീകരിക്കുന്ന ആദർശപരമായി അവർക്ക് യോജിപ്പുള്ള ചില ഗ്രന്ഥങ്ങളുണ്ടാവും. ആ ഗ്രന്ഥങ്ങളിൽ പ്രധാനമായി അവരൊക്കെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതൽ ആളുകൾക്ക് വായിക്കാൻ കൊടുക്കുകയും വായനക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഇസ്മായിൽ ദഹ്ലവിയുടെ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ ഒരു ചെറിയ പഠനം നടത്തിയാൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങൾ. തെന്നിന്ത്യയിലെ മുഫ്തിയായിരുന്നു അദ്ദേഹം. അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങളുടെ ലൈബ്രറി, അദ്ദേഹത്തിന്റെ കുത്തുബ്ഖാന ചാലിയത്തുണ്ട്. അവിടെ അദ്ദേഹം ഈ തഖ്വിയത്തുൽ ഈമാന്റെ ഒരു കോപ്പി സൂക്ഷിച്ചിട്ടുണ്ട്. ആ തഖ്വിയത്തുൽ ഈമാന്റെ കോപ്പി അദ്ദേഹം പരിപൂർണമായി പാരായണം ചെയ്തതിന്റെ ശേഷം അതിന്റെ 1-ാമത്തെ പേജിൽ അദ്ദേഹം മറിച്ചു വെച്ചിട്ട് അവിടെ ഒരു കുറിപ്പ് എഴുതി വെച്ചത്. ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങളുടെ കൈപ്പടയിൽ അദ്ദേഹം അതിന്മേൽ എഴുതി വെച്ച കുറിപ്പ്, ഹാദാ കിതാബ് റഅ്സുൽ വഹാബിയ്യത്തി ഫിൽ ഹിന്ദി. ഈ കിതാബ് ഇന്ത്യയിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഗ്രന്ഥമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് കിതാബ് റഅ്സുൽ വഹാബിയ്യത്തി ഫിൽ ഹിന്ദ് എന്നാണ് അദ്ദേഹം എഴുതിയത്. മാത്രമല്ല അസാസുൽ ഫിർഖത്തിൽ മുഹദ്ദസത്ത് ഫി ദയൂബന്ദ്, ദയൂബന്ദിലെ പണ്ഡിതന്മാർക്കിടയിൽ ഫിർഖത്ത് ഭിന്നിപ്പുണ്ടാക്കിയ ഒരു ആശയമാണ് ഇതിൽ ഉള്ളത്. ഫലാ തഗ്തറ ബിമാ ഫി ഹാദൽ കിതാബ്. അദ്ദേഹം ഒരു ഉപദേശം എഴുതി വെച്ചിട്ടുണ്ട്, ഈ കിതാബിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാവരുത്. ഇത് ഞാനല്ല പറയുന്നത്, ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തകരല്ല പറയുന്നത്. യാതൊരു തരത്തിലും ഇത്തരം പ്രസ്ഥാനത്തോട് വ്യക്തിവിദ്വേഷമോ സംഘടനാ വിദ്വേഷമോ ഒന്നും വെച്ചുകൊണ്ടല്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു
പണ്ഡിതനായ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ ഈ ഗ്രന്ഥം വായിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി എഴുതി വെച്ചതാണ്. അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ എഴുതി വെച്ചത് ഈ കിതാബിലുള്ളതിനാൽ നിങ്ങൾ വഞ്ചിതരാവരുത് എന്നാണ്. എന്താണ് ആ ഗ്രന്ഥത്തിലുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ ഈ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ പ്രവർത്തകരോട് നമ്മൾ ഈ വിഷയം സംസാരിച്ചാൽ അവർ പറയാറുള്ളത് ഞങ്ങൾക്കതൊന്നും അറിയില്ല. ആര് എന്ത് എഴുതി വെച്ചോ, പഴയ കാലത്ത് എന്തുണ്ടായോ, നോർത്ത് ഇന്ത്യയിലെ പണ്ഡിതന്മാർ എന്ത് ചെയ്തോ, അതൊന്നും ഞങ്ങൾ അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം, നിസ്കരിക്കാത്തവനെ നിസ്കരിപ്പിക്കണം, മദ്യപിക്കുന്നവനെ മദ്യപാനത്തിൽ നിന്ന് ഒഴിവാക്കണം. ഈ ഒരു ലക്ഷ്യമേ ഞങ്ങൾക്കുള്ളൂ. ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. വിവരമില്ലാത്ത ഒന്നിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ. വിവരമില്ലാത്ത ഒന്നിന്റെ പിന്നാലെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. നമ്മുടെ കേൾവിയും കാഴ്ചയും എല്ലാ ചിന്തകളും പടച്ചറപ്പ് നാളെ ചോദ്യം ചെയ്യും. നമുക്കൊരാളെ നിസ്കരിപ്പിക്കണമെങ്കിൽ, നമുക്കൊരാളെ നോമ്പനുഷ്ഠിപ്പിക്കണമെങ്കിൽ അയാളെ നേരിട്ട് കണ്ട് ആ കാര്യം പറഞ്ഞ് അത് നിർവഹിക്കാവുന്നതേ ഉള്ളൂ. അതിന് ഇത്തരമൊരു പ്രസ്ഥാനത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഈ പ്രവർത്തനത്തെ എതിർക്കുന്നത് ആ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെയാണ്. കേരളത്തിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം നോക്ക് നിങ്ങൾ. ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും നിസ്കാരം പഠിച്ച ആളുകളാണ്. ഈ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും എവിടുന്നാണ് നിസ്കാരം പഠിച്ചത്? നിങ്ങൾ നിസ്കാരം എന്ന ആശയം, അതിന്റെ പ്രയോഗം എവിടുന്ന് പഠിച്ചു? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസയിൽ ഉസ്താദുമാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ പോയി നോക്ക്. ഒന്നും വേണ്ട, വാളയാർ ചുരത്തിന്റെ അപ്പുറത്തേക്ക് നമ്മളൊന്ന് പ്രവേശിച്ചു നോക്കാം. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഓതുന്നത് പോലെ ഓതാൻ കഴിയുന്ന ആളുകൾ അപൂർവമല്ലേ അവിടെ? നമ്മൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കാൻ കെൽപ്പുള്ളവർ അപൂർവമല്ലേ അവിടെ? എന്തേ കാരണം? അവർക്ക് ശരിക്കും മതം പഠിപ്പിക്കാൻ വ്യാപകമായ ഒരു സംവിധാനമില്ലാത്തതുകൊണ്ട്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും നിസ്കാരം എന്തെന്ന്, നോമ്പ് എന്തെന്ന്, ഖുർആൻ ഓതൽ എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത സമത്വയാണ്. അതിന്റെ പേരിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ജനങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടുത്തെ ജനങ്ങളോട് സംവദിച്ച് മദ്രസയുണ്ടാക്കി, പള്ളി കെട്ടി, ജനങ്ങൾക്ക് വഴന്ന് പറഞ്ഞു കൊടുത്തിട്ടായി സംവിധാനം ഉണ്ടാക്കി. മഹാനായ CH ഹൈദറൂസിലാരൊക്കെ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു സഞ്ചരിക്കുന്ന പ്രസ്ഥാനമായിരുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ആ പ്രദേശത്ത് ഒരു മദ്രസ ഉണ്ടാക്കും, അതിനുവേണ്ട പ്രേരണ കൊടുക്കും. വെറുതെയല്ല കേരളത്തിൽ മൂക്കിന് താഴെ ഇത്രയധികം മദ്രസകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആലിമീങ്ങൾ പ്രവർത്തിച്ച് പ്രേരിപ്പിച്ച് ഉണ്ടാക്കിയത് അത് ദഅവത്താണ്. എന്നാൽ ഏതെങ്കിലും ഒരാൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നലെ വരെ നിസ്കരിക്കാത്തൊരുത്തനെ നിസ്കരിച്ചാൽ അത് വലിയ വിപ്ലവവും, 10,000-കണക്കിന് ആൾക്കാർക്ക് പരിശുദ്ധ ഖുർആൻ ഓതാനും അവർക്ക് നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഇസ്ലാമിക ശിആർ കാത്തുസൂക്ഷിക്കാനും പഠിച്ച നമ്മുടെ പ്രസ്ഥാനം ഒന്നുമല്ലാത്തത്. ഈ ഒരു താരതമ്യ പഠനം നമുക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കി. ഈ സദസ്സിൽ തന്നെ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുത്തതാരാ? നമ്മുടെ മദ്രസയും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ നടത്തിയ ദഅവത്തുമല്ലേ? പള്ളിദർസിലൂടെ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത, മുത്തഅല്ലിമീങ്ങൾ വഅദ് പറഞ്ഞ മുത്തഅല്ലിമീങ്ങൾ നേതൃത്വം കൊടുത്തുമല്ലേ ഈ പ്രസ്ഥാനം നടത്തിയത്? എല്ലാ സ്ഥലത്തും ഈ സംവിധാനം ശരിക്കും എത്തിച്ചു കൊടുത്തു സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളത്തിന്റെ മുഖ്യധാര സമത്വ തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നോ രണ്ടോ ആളുകളെ ഒരു പ്രദേശത്ത് നന്നാക്കി, ആ നന്നാക്കിയെടുത്ത ആളുകളുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് അതിലേക്ക് ആളുകളെ കൂടുതൽ ചേർത്തുകൊണ്ട് ഒരു പ്രസ്ഥാനം രൂപീകരിക്കുക. എന്നിട്ട് ദഅവത്തിന് എന്ന് പറഞ്ഞ് യാത്ര പോകുന്നു. അവർ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു, ഒരു നേതൃത്വമായി, ഒരു സംഘമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ സംഘത്തിന്റെ ആദർശവും ആശയവും എന്ത് എന്ന് പഠിക്കണ്ടേ? തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് ഒരു ആദർശപരമായി സ്വീകരിക്കുന്ന ഗ്രന്ഥമെങ്കിൽ ഇസ്മായിൽ ദഹ്ലവിയുടെ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇസ്മായിൽ ദഹ്ലവി പറയുന്നു തഖ്വിയത്തുൽ ഈമാനിൽ റബീഉൽ അവ്വലിൽ നബിദിനം ആഘോഷിക്കുക. നബിദിനാഘോഷത്തിന്റെ സദസ്സിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം പരാമർശിക്കപ്പെടുമ്പോൾ അവിടുത്തെ ആത്മാവ് സന്നിഹിതമായിട്ടുണ്ടെന്ന വിശ്വാസത്താൽ സ്വാഗതം ചെയ്യാനായി എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ അശറക്കൊക്കെ ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കും. റബീഉൽ ആഖിർ 11 അഥവാ ഔത്തുൽ അദമിന്റെ ആണ്ട് ആഘോഷിക്കുക. 3, 10, 40, 6 മാസം ആണ്ട് നേർച്ച മുതലായവ കൊണ്ടാടുക. വിദൂരത്തു നിന്നും ഖബർ സന്ദർശനാർത്ഥം യാത്ര ചെയ്തു വരിക. ഈ കാര്യങ്ങളും ഇതുപോലെയുള്ള ആയിരക്കണക്കായ ആചാരങ്ങളും നിശ്ചയം ദീനിന് എതിരാണ്.
തഖ്വിയത്തുൽ ഈമാൻ പേജ് 89. നബിദിനം ആഘോഷിക്കൽ ദീനിനെതിരാണ്. ഖബർ സിയാറത്ത് ദീനിനെതിരാണ്. മൗലിദ് പാരായണം ചെയ്യൽ ദീനിനെതിരാണ്. സിയാറത്തിന് വേണ്ടി ഒരു പ്രദേശത്തേക്ക് യാത്ര പുറപ്പെടൽ ദീനിനെതിരാണ്. ഇതുപോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തെറ്റാണ് എന്ന് തഖ്വിയത്തുൽ ഈമാൻ വ്യക്തമായി എഴുതുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രീതിയിൽ എന്താണോ ബിദഈ ആശയം അത് അതുപോലെ പ്രചരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അടിസ്ഥാനപരമായി ഇവർ സ്വീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥം. ഇനി അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഇസ്തിഗാസ എന്ന വിഷയത്തെക്കുറിച്ച് ഇസ്മായിൽ ദഹ്ലവി അതേ പുസ്തകത്തിൽ എഴുതി, മഹാന്മാരെ ദൂരെ നിന്ന് വിളിച്ച് തങ്ങളുടെ ആവശ്യം സഫലീകരിക്കുന്നതിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. മഹാന്മാരെ വിളിച്ചിട്ട് എന്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ഇവിടെ ആവശ്യ പൂർത്തീകരണത്തിനായി അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തിയിട്ടുള്ളതെങ്കിലും ശ്രദ്ധിക്കണം, ആവശ്യ നിർവഹണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് പടച്ച റബ്ബിനോടാണെങ്കിൽ പോലും വിളി കൊണ്ട് ശിർക്ക് വന്നുപെട്ടു. തഖ്വിയത്തുൽ ഈമാൻ പേജ് 32. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ആരാബി വന്നത്. അള്ളാഹുവിന്റെ തിരുദൂതരെ കുറിച്ച് ഹദീസിൽ പറയുന്നു, വഹുവ ഖായിമുൻ യഖ്തുബു, പരിശുദ്ധ പ്രവാചകർ നിന്നുകൊണ്ട് ഖുത്ബ നിർവഹിക്കുക. ആ സമയത്ത് ആരാബി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരോട് പറഞ്ഞു, പരിശുദ്ധ പ്രവാചകരെ, മഴയില്ല, ഞങ്ങളാകെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഹലക്കത്തിൽ അംവാൽ മങ്കത്താത്തി സുബുൽ ഫദുല്ലാഹ, പടച്ച റബ്ബിനോട് അങ്ങ് ദുആ ചെയ്യണമെന്ന് നബി തങ്ങളോട് പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ദുആ ചെയ്തു, മഴ പെയ്തു. ഒരാഴ്ച ആകാശത്ത് സൂര്യനെ കാണാത്ത വിധം മഴ ഉണ്ടായി എന്ന് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അടുത്ത ആഴ്ച ഇതേ സമയം അറാബി വീണ്ടും വന്നു, മഴ മതി എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ പ്രവാചകർ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്ന് ദുആ ചെയ്തു, മഴ നീങ്ങി. ഈ സംഭവം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നു, പ്രാമാണികമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കും. ഇവിടെ ഈ അറാബി വന്നുകൊണ്ട് പറഞ്ഞ വാചകം നബി തങ്ങളോട് പറഞ്ഞു എന്ന കാരണത്താൽ ശിർക്കാകും എന്നാണ് ഈ വാദം. അങ്ങനെ പറഞ്ഞാൽ അത് മുശ്രിക്കാണത്, വിശ്വസിക്കാൻ പാടില്ല, ശിർക്ക് വരുന്ന പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ തെറ്റ് ചെയ്തു വന്ന ആളുകൾ ശരിക്ക് വന്നിട്ട് നബി തങ്ങളോട് പൊറുക്കൽ ചോദിച്ചിട്ടില്ലേ? മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല നേരിട്ട് വന്ന നബി തങ്ങളോട് തൊഹിർനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? തൊഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിച്ചു തരണേ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വിളി വിളിച്ചാൽ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ, നബിയെ എന്നെ ശുദ്ധീകരിക്കണേ യാ റസൂലല്ലാഹ് വിളിച്ചില്ലേ? അള്ളാഹുവല്ല ശുദ്ധീകരിക്കേണ്ടത്, നബി തങ്ങളല്ലല്ലോ ശുദ്ധീകരിക്കേണ്ടത്. അങ്ങനെ ഒരു വിളി വിളിച്ചാൽ അത് ശിർക്കാവൂലേ? നബി തങ്ങളുടെ മദ്ഹ് പാടലല്ലേ മൗലിദാഘോഷത്തിന്റെ ഉദ്ദേശം? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല പരിശുദ്ധ മദീനയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുഖത്ത് നോക്കി കവിത ചൊല്ലി, ശക്കാലഹു മിൻ അംദിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. ഹസ്സാനെ, അത് ചൊല്ലാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറയണ്ടേ? എന്റെ മദ്ഹ് അങ്ങനെ പാടാൻ പാടില്ല, ഞാൻ സാധാരണ മനുഷ്യനെന്ന് പറയണ്ടേ? പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ചെയ്തു കൊടുത്തത് എന്താ? അഭിനന്ദിച്ചുകൊണ്ട് തോളത്ത് കൊട്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. അഭിനന്ദനവും കൂടാതെ പ്രാർത്ഥനയും, പിന്നെ അതിനേക്കാൾ ഉപരി ഒരു പീഠം വെച്ചു കൊടുത്തുകൊണ്ട് അത് പാടാൻ അവസരമൊരുക്കി മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ. ഏറ്റവും വലിയ അംഗീകാരം. കഅബ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ കുറിച്ച് ഒരു കവിത രചിച്ചു. പശ്ചാത്തലമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ആ കവിത നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പാടി. അങ്ങനെ പാടിയിട്ട് പരിശുദ്ധ പ്രവാചകരെ പുകഴ്ത്തി. ഉംബിതു അന്ന റസൂലല്ലാഹി ഔദനി വൽ അത്ഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂനു. പരിശുദ്ധ പ്രവാചകർ ആ കവിത അങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ട് അവസാനം തന്റെ ഒരു പുതപ്പെടുത്തുകൊണ്ട് ഷാൾ അണിയിക്കുന്നത് പോലെ അഭിനന്ദനത്തിന്റെ അർപ്പണം നടത്തി. അവരോടൊന്നും അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. സഹായാർത്ഥന പോലും നബി തങ്ങളോട് നേരിട്ട് നടത്തി. ആരാബി വന്നുകൊണ്ട് നേരെ നബി തങ്ങളോട് പറഞ്ഞു. സവാദ് ഇബ്നു കാരിബ് എന്ന വ്യക്തി വന്നുകൊണ്ട് ആദ്യം നബി തങ്ങളെ ശരിക്കും പുകഴ്ത്തി. അല്ലാഹുവിന്റെ റസൂലിനെ നന്നായിട്ടൊന്ന് പുകഴ്ത്തി. വഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറഹു വഅന്നക മഅ്മൂനുൻ ലാ കുല്ലി ഗായിബി വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി യബ്നൽ അക്രമഇനിൽ ത്വായിബി. ഇങ്ങനെ പുകഴ്ത്തിയിട്ട് ആ വ്യക്തി തന്റെ ആവശ്യം പറഞ്ഞു. ഫകുല്ലി ശഫീഅൻ യൗമ ലഅദു ശഫാഅതി ഫകുല്ലി ശഫീഅൻ യൗമ ലഅദു ശഫാഅതി.
ഒരു ശഫാഅത്തുമില്ലാത്ത ദിനത്തിൽ നബിയെ അങ്ങനെക്ക് ഷഫീആകണം, ശുപാർശ ചെയ്യണം എന്ന് ആരോട്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സവാദുബിന് കാര്യം പറയാൻ പറ്റില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞോ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതന് പറ്റില്ല എന്ന് പറഞ്ഞോ? അങ്ങനെയല്ലേ അയാൾ പറഞ്ഞത്? ഫഖുല്ലി ഷഫീഅൻ യൗമ ലഅദു ശഫാഅതി സിവാക ബിമുഗ്നിൻ അൻ സവാദ് ബിൻ ഖാരിബി. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചു പോയിട്ട് മൗലിദ് ഓതാൻ പാടില്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനോട് നേരിട്ട് സഹായാർത്ഥന നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ പൂർവികർ നമ്മളെ പഠിപ്പിച്ചതിന് കടകവിരുദ്ധമാണല്ലോ ഇത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല വലിയ സൂഫി, അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി കാണാം. മൻ ഹദറ മൗലിദ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മൗലിദ് ഓതുന്ന ഒരു സദസ്സിൽ ഒരാൾ ഹാദിറായാൽ, സന്നിഹിതനായാൽ, വഅല്ലമ ഖദറഹു, ആ സംഗതിയുടെ ഗൗരവം ഗ്രഹിച്ചുകൊണ്ട് അയാൾ അതിനെ മാനിച്ചാൽ, ഫഖദ് ഫാസ ബിൽ ഈമാൻ, അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ജുനൈദുൽ ബഗ്ദാദി തങ്ങളാണ്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി തആലയുടെ അൽ വസായിലു ഫീ ശർഇ ശമാഇൽ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, മാ മിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ, ഒരു പള്ളിയോ ഒരു വീടോ ഒരു പ്രദേശമോ, ഖുരിഅ ഫീഹി മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്ന, റസൂലുള്ളാഹിന്റെ മദ്ഹ് ഉദ്ധരിക്കപ്പെടുന്ന ഗ്രാമം, പള്ളി, പ്രദേശം, ആ പ്രദേശം ഉണ്ടെങ്കിൽ ഇല്ലാ ഹഫത്തിൽ മലായികത്തു ബി അഹ്ലി ദാലികൽ മകാൻ, ആ പ്രദേശത്തെ ജനങ്ങളെ മലക്കുകൾ, അനുഗ്രഹത്തിന്റെ മലക്കുകൾ പൊതിയാതിരിക്കില്ല. വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ, അവർക്ക് പടച്ചറബ്ബ് റഹ്മത്ത് കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി. നമ്മൾ ഏതാ അംഗീകരിക്കേണ്ടത്? തഖ്വിയത്തുൽ ഈമാനിലെ വിമർശനമോ, അതോ ജുനൈദുൽ ബഗ്ദാദി തങ്ങളും അതുപോലെ തന്നെ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളെ പോലുള്ള പ്രഗൽഭരും പ്രതിഭാസമ്പന്നനുമായ പണ്ഡിതന്മാർ പറഞ്ഞതോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുഖത്ത് നോക്കി കവിത ചൊല്ലിയവർക്ക് നബി തങ്ങൾ കൊടുത്ത അംഗീകാരമുള്ള ചരിത്രമോ ഏതാ നമ്മൾ അംഗീകരിക്കേണ്ടത്? നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ, ആരെയും വിമർശിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി മറ്റൊന്ന് അദൃശ്യജ്ഞാനത്തെക്കുറിച്ചാണ്, അതുപോലെ തന്നെ ഇസ്തിഹാസയെക്കുറിച്ച്. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഇവിടെ കാഴ്ചപ്പാട്, ഇസ്തിഹാസയുടെ കാഴ്ചപ്പാട് പറഞ്ഞല്ലോ. അദൃശ്യജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് തഖ്വിയത്തുൽ ഈമാനിൽ പറയുന്നു, ഏതെങ്കിലും ഒരാൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ എന്തു ചിന്തയാണ് ഉള്ളത് എന്നോ, അവന്റെ വിവാഹം എന്നാണെന്നോ, മരത്തിൽ എത്ര ഇലകൾ ഉണ്ടെന്നോ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്നോ ചോദിച്ചാൽ അതിന് മറുപടിയായി അള്ളാഹുവും അവന്റെ റസൂലും അറിയും. അള്ളാഹു റസൂലുഹു ആയാലും ആകാശത്തിൽ നക്ഷത്രങ്ങൾ, അള്ളാഹു റസൂലുഹു ആയാലും. ഇന്നാളെ വിവാഹം എന്ന് നടക്കും, അള്ളാഹു റസൂലുഹു ആയാലും. നമുക്കറിയാത്തൊരു കാര്യം, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്ന് അങ്ങനെ പറയരുത്. കാരണം അദൃശ്യം അള്ളാഹു മാത്രമേ അറിയൂ, റസൂൽ അറിയില്ല. അള്ളാഹു റസൂലുഹു ആയാലെന്ന് പറയാൻ പാടില്ല. അള്ളാഹു ആയാലെന്ന് വേണമെങ്കിൽ പറയാം, റസൂലുഹു ആയാലെന്ന് പറയാൻ പാടില്ല. ഇത് തഖ്വിയത്തുൽ ഈമാനിൽ വളരെ വ്യക്തമായി ഇസ്മായിൽ ദഹ്ലവി എഴുതി വെക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടെന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന് പടച്ചറബ്ബ് അറിയിച്ചു കൊടുത്ത ഒഴിവുകൾ അറിയുമല്ലോ. ഒഴിവുകൾ അറിയുമെന്നതിന് ധാരാളമായി ചരിത്രത്തിൽ തെളിവുകളുണ്ടല്ലോ. ആ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ കടന്നു വരാം. പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയം ഇനി നിങ്ങൾ അത്തരം സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അവരിൽ അല്പമൊക്കെ കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളും തീരെ അതേക്കുറിച്ച് ചിന്തിക്കാതെ ഈ നല്ല പ്രവർത്തനം മാത്രം കണ്ട് നിഷ്കളങ്കമായി കൂടിയവരുണ്ടാവും. നിഷ്കളങ്കമായി കൂടിയ ആളുകൾ പറയും, ഞങ്ങൾക്കതൊന്നും അറിയില്ല, ഞങ്ങൾ ഈ നല്ല പ്രവർത്തനം നടത്തുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ അല്പസ്വല്പമൊക്കെ ആ സംഘടനയുടെ ജമാഅത്തിൽ പോവുകയും പങ്കെടുക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്ത് പഠിച്ച ആളുകൾ പറയും, ഈ പുസ്തകത്തെക്കുറിച്ച് എന്താ നിങ്ങൾ ചോദിക്കുന്നത്? ഇല്യാസ് ജനിക്കുന്നതിന്റെ 100 വർഷം മുമ്പാണല്ലോ ഈ കൃതി എഴുതിയിട്ടുള്ളത്. മുഹമ്മദ് ഇല്യാസ് ജനിക്കുന്നതിന്റെ 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. ആ കൃതിയിലുള്ള വിഷയത്തിന് ഞങ്ങൾ എന്ത് ഉത്തരവാദികളാ? അതും ഞങ്ങൾ നമ്മൾ എന്താ ബന്ധം? മുഹമ്മദ് ഇല്യാസിന്റെ 100 വർഷങ്ങൾക്ക് അപ്പുറം രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിലുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതും ഞങ്ങൾ നമ്മൾ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അതിലുള്ള വിഷയം ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതുപോലെ അവർ പറയും. എന്നാൽ അത്തരം ആളുകൾ അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ആളുകൾ പിന്നെ ഈ സാധുക്കൾ എന്തിനാ വിമർശിക്കുന്നത്? അത് സമസ്തക്കാരുടെ ഒരു സ്വാർത്ഥ താല്പര്യമാണ് എന്നൊരു തോന്നലിലേക്ക് എത്തും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന ഈ വ്യക്തി ജനിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണെന്ന് ശരി, പിന്നെ എന്തിനീ ഗ്രന്ഥം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്
ഇത് പ്രചരിപ്പിക്കുവാനും ഈ ഗ്രന്ഥം പഠിക്കണമെന്ന് ആഹ്വാനം ചെയ്യുവാനും അത് വായിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും മുന്നോട്ട് വന്നു. അത് ഏറ്റെടുക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? മാത്രമല്ല, മുഹമ്മദ് ഇല്യാസിന്റെ ആത്മീയ ഗുരുനാഥനാണ് റഷീദ് അഹമ്മദ് ഗംഗോഹി. മുഹമ്മദ് ഇല്യാസിന്റെ ആത്മീയ ഗുരുവാണ് റഷീദ് അഹമ്മദ് ഗംഗോഹി. റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ദർസിൽ 1315 മുതൽ 8 കൊല്ലം ഓതി പഠിച്ച ആൾ ആ ഇൽമയാളെ കയ്യിലുള്ളൂ. അപ്പൊ മരക്കാർ ഉസ്താദിന്റെ ദർസിൽ ഒരു കുട്ടി പഠിച്ചാൽ ആ കുട്ടി 8 വർഷം ഓതി പഠിച്ചെങ്കിൽ ആ ഇൽമല്ല കുട്ടിക്കുണ്ടാവും. 8 വർഷം ഉസ്താദിന്റെ ദർസിൽ പഠിച്ച ഒരു കുട്ടി എന്ന പോലെ 8 കൊല്ലക്കാലം റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് പഠിച്ച ആളാണ്. ചരിത്രം വളരെ വ്യക്തമായി പറയുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം ആ സംഘത്തിൽ പ്രവർത്തനത്തിന് ചേർത്തുള്ള ആളുകളൊന്ന് പഠിച്ചു നോക്കൂ. ഇല്യാസിന്റെ ആത്മീയ ഗുരുവായ റഷീദ് അഹമ്മദ് ഗംഗോഹി തഖ്വിയത്തുൽ ഈമാനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു. 1315 മുതൽ 8 കൊല്ലം ഇല്യാസ് ഗംഗോഹിക്ക് കീഴിൽ പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഇല്യാസാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അതുകൊണ്ട് തന്നെ തന്റെ ഗുരുവായ തന്റെ 8 കൊല്ലത്തെ ഗുരുവും തനിക്ക് പഠിപ്പിച്ചു തന്ന തന്റെ ഗുരുവചനമായ വ്യക്തി അഥവാ ആത്മീയ ഗുരു റഷീദ് അഹമ്മദ് ഗംഗോഹി തഖ്വിയത്തുൽ ഈമാനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാനിപ്പോ വായിച്ചത് തഖ്വിയത്തുൽ ഈമാനിന്റെ പദമാണ്. ഒരു വിഷയം നിങ്ങൾക്ക് അറിയാത്ത ഒയ്ബിനെ കുറിച്ച് ചോദിച്ചാൽ അല്ലാഹു റസൂലുഹു അഅലം പോലും പറയരുത്. കാരണം അള്ളാഹുവിനെ മാത്രമേ പറയാവൂ. റസൂലുള്ളാഹിക്ക് ഒന്നും അറിയില്ല ഒയ്ബ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന് ഒയ്ബ് അറിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് തഖ്വിയത്തുൽ ഈമാൻ. ആ തഖ്വിയത്തുൽ ഈമാനെ കുറിച്ച് റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന് പറയുന്ന ഇല്യാസിന്റെ 8 വർഷത്തെ ഗുരുവചൻ പറയുന്നു, തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം വളരെ ഉത്തമവും ശിർക്കും ബിദ്അത്തും തടയുന്നതിൽ തുല്യതയില്ലാത്തതുമാണ്. അതിൽ പ്രമാണമായി സ്വീകരിക്കപ്പെട്ടത് പൂർണ്ണമായും ഖുർആനും ഹദീസുമാണ്. അത് കൈവശം വെക്കലും വായിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും തന്നെയാണ് ഇസ്ലാം. അതോടൊപ്പം പ്രതിഫലാർഹവുമാണ്. അപ്പൊ തഖ്വിയത്തുൽ ഈമാൻ കൈവശം വെക്കലാണ് ദീന്. അത് പ്രചരിപ്പിക്കൽ പ്രതിഫലാർഹമാണ്. അത് കൈവശം വെക്കുന്ന തെറ്റാണെന്ന് പറയുന്നവൻ തെമ്മാടിയും പുത്തൻവാദിയുമാണ്. അപ്പൊ തഖ്വിയത്തുൽ ഈമാനും ഇവരും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ബോധ്യമായല്ലോ. അജ്ഞത കാരണം അതിന്റെ മഹത്വം മനസ്സിലാക്കാനാവാത്തത് അവന്റെ ബുദ്ധി കുറവാണ്. ഗ്രന്ഥത്തിനും ഗ്രന്ഥകാരനും എന്ത് കുഴപ്പം? വളരെ വ്യക്തമായി ചോദിക്കുന്നു. ഫതാവ റഷീദിയയുടെ പേജ് 92 നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. ഏതെങ്കിലും വഴിവിട്ടവൻ ഇത് മോശമെന്ന് പറഞ്ഞാൽ അവൻ പിഴച്ചവനും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവനുമാണ്. അക്ക തഖ്വിയത്തുൽ ഈമാൻ തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ വാലും മുല്ലുമാണ്. പറയുന്ന ആരാ? ഫതാവ റഷീദിയ, റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ഫത്വ. റഷീദ് അഹമ്മദ് ഗംഗോഹി ആരാ? മുഹമ്മദ് ഇല്യാസിന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥൻ. ഈ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ഈ ഉദ്ധരണി വെച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ ഗ്രന്ഥവും ഇവരും തമ്മിൽ ബന്ധമില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടിലെ അങ്ങാടിയിലെ ആളുകളെ നിസ്കരിക്കാൻ വിളിക്കുന്ന സാധുവിന് ഒരുപക്ഷെ ഇത് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് നമ്മൾ പറയുന്നത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമു, വിവരമില്ലാത്തതിന്റെ പിന്നാലെ പോണ്ട. നിസ്കരിക്കാൻ ഒരാളെ ക്ഷണിക്കണമെങ്കിൽ സ്വന്തമായി ചെയ്തോളൂ. മഹാനായ CH ചൈത്രോസ് മുസ്ലിയാർ സുന്നി യുവന സംഘത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ട് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നാട്ടിൽ നിസ്കരിക്കാത്തവരെ നിസ്കരിപ്പിക്കണം. മഹല്ല് ഫെഡറേഷന്റെ 10 പരിപാടി നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയിരുന്നു. അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. പൊതുദാനം ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ആരും ശ്രദ്ധിക്കൂല. എത്ര നിസ്കരിക്കാത്ത മനുഷ്യന്മാരെ നിസ്കരിപ്പിച്ച് സമത്വ കേരള ജമിയത്ത് നമ്മുടെ പ്രവർത്തനം നന്നാക്കിയിട്ടുണ്ട്. ഒന്നും വേണ്ട, SKSFന്റെ ഇബാദിന്റെ പ്രവർത്തകരുണ്ടാവും. ഒന്ന് സ്വകാര്യമായവരുമായി കോണ്ടാക്ട് ചെയ്യും. എത്ര ആൾക്ക് ദീൻ എത്തിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ ദീൻ ഇസ്ലാമിലേക്ക് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രഗത്ഭരായ ഉയർന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളെയും പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പരസ്യമായി പറയാൻ പ്രയാസമുള്ള ഒരുപാട് ദഅ്വാ പ്രവർത്തനങ്ങൾ അവർ നിർവഹിച്ചിട്ടുണ്ട്. സൈലന്റ് മൂവ്മെന്റ്, ഇസ്ലാമിക് ബ്രദേഴ്സ് അസോസിയേറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഇബാദ്, എത്രയോ നിസ്കരിക്കാത്ത ആളുകളെ നിസ്കരിപ്പിക്കുന്ന പ്രവർത്തനം അത് കൊട്ടിഘോഷിക്കാറില്ല. അതിന്റെ പേരിൽ സമൂഹത്തോടൊന്നും ആവശ്യപ്പെടാറില്ല. ആദർശപരമായി യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ദഅവത്ത് നിർവഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കലും പള്ളിയിലേക്ക് ക്ഷണിക്കലും മദ്യപാനം നിർത്തിക്കലുമാണ്. നമുക്കത് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന് ഒയ്ബറിയില്ല എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് അള്ളാഹു പൊറുക്കൂല. ഇന്നലെ വരെ നിസ്കരിക്കാത്ത മനുഷ്യനെ നിസ്കരിപ്പിച്ചു. നിസ്കരിച്ചപ്പോ അവനൊരു പുതിയ പ്രസ്ഥാനത്തിൽ ചേർന്നു. ഇന്നലെ വരെ അവനെ നന്നാക്കാൻ നിങ്ങളില്ല. ഇന്നൊരു പ്രസ്ഥാനത്തിൽ ചേർന്നപ്പോ അവനെ കുറ്റം പറയാനേ നിങ്ങളുള്ളൂ. ഇതല്ലേ ചോദ്യം? ഭാഗ്യമായി നല്ല ചോദ്യമാണ്. പക്ഷെ ഇന്നലെ വരെ ഓൻ നിസ്കരിക്കാത്തത്, കല്ല് കുടിച്ചത്, പടച്ച റബ്ബിനോട് മാപ്പ് പറഞ്ഞാൽ പൊറുക്കും.
മഹാന്മാരെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വിശ്വാസം വെച്ച് പുലർത്തിയാൽ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് അവൻ അടുക്കൂല. രണ്ടും നമ്മളുടെ ഗൗരവം മനസ്സിലാക്കണം. നിങ്ങൾ വലിയുള്ളായി കുത്തുബസമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മക്കാമ സിയാറത്ത് ചെയ്യുന്ന പുണ്യമാണ്. ഒരാൾ സിയാറത്തിന് പോകുന്നില്ല, പോകണ്ട. അയാൾ സിയാറത്തിന് പോകുന്നെങ്കിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ സിയാറത്തിന് പോയാൽ ഇസ്ലാം എന്ന് പുറത്താകുമെന്ന് വിശ്വസിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല. രണ്ടും നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കണം. ഒരാൾക്ക് മമ്പുറത്തേക്ക് സിയാറത്തിന് പോകാൻ താല്പര്യമില്ല, പോകേണ്ടതില്ല. അവനതിന്റെ പുണ്യം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അങ്ങോട്ട് പോയാൽ ദീനിന്ന് പുറത്താകും, അങ്ങോട്ട് പോകുന്ന ശിർക്കാണ് എന്ന വിശ്വാസം ഒരിക്കലും പാടില്ല. അത് അവനെ അപകടത്തിൽപ്പെടുത്തും. ഏതുപോലെ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബാഹ്യമായി നമുക്കങ്ങ് വിധിക്കാൻ പറ്റിയ സംഗതിയല്ല. ഈ സദസ്സിൽ ഒരു പക്ഷേ നിസ്കരിച്ചു വന്നവരുണ്ടാകും, നിസ്കരിക്കാത്ത വന്നവരുണ്ടായേക്കാം. ഇശായുടെ ബാങ്ക് കൊടുത്തോ മഗ്രിബ് നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ അവന് മഗ്രിബ് ഖളായി. ആ ഖളാ ആക്കിയ വ്യക്തി ഖളാ വീട്ടുന്നതോടുകൂടി അവന്റെ പ്രശ്നം പരിഹരിക്കും. ഖളാ ആക്കിയ കുറ്റമുണ്ട്, ചെയ്യാൻ പാടില്ല, ഗൗരവമാണ്. പക്ഷെ ഒരാൾ നിസ്കരിച്ചു വന്നിരിക്കുന്നു, പക്ഷെ അവന്റെ മനസ്സിലെ വിശ്വാസം എന്താ? അല്ലെങ്കിൽ അവൻ പറയുന്ന എന്താ? എല്ലാവരും നിസ്കരിക്കുന്നത് കൊണ്ട് ഞാൻ നിസ്കരിച്ചു എന്നേ ഉള്ളൂ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹുവിന്റെ ഉറപ്പാകുന്നവരെ മതി ആരാധന. പിന്നെ വെറുതെ പള്ളി പോയി ഇങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കാതിരുന്ന മോശം വിചാരിച്ച് നിസ്കരിച്ചതാ, അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് അവന്റെ വിശ്വാസമെങ്കിൽ അവൻ നിസ്കരിച്ചു വന്നവനാണെങ്കിലും ദീനിന്റെ പടിക്ക് പുറത്താണ് അവൻ. അവൻ മടക്കി നിസ്കരിച്ചിട്ട് ഫലമില്ല, ഖളാ വീട്ടിയിട്ട് ഫലമില്ല. റിദ്ദത്തിന്റെ കെലിമ ചൊല്ലി തിരിച്ചു വരണം, മതത്തിന് പുറത്തായി. നിസ്കാരം എന്നൊരു സംഗതി നിർബന്ധമില്ല എന്ന് വിശ്വസിച്ചാൽ ദീനിന്ന് പുറത്തുപോയി. നിസ്കരിച്ചില്ലെങ്കിൽ ദീനിന്ന് പുറത്തു പോകൂല. ഒരാൾ പറഞ്ഞു ഞാൻ മഗ്രിബ് നിസ്കരിക്കണില്ല, മഗ്രിബ് എന്ന നിസ്കാരം നിർബന്ധമെന്ന് പറഞ്ഞ വിശ്വാസമുണ്ട്, ഓൻ കുറ്റക്കാരനേ ഉള്ളൂ. ഞാൻ വിഷയത്തെ ലഘുവാക്കുകയല്ല. ഇസ്ലാമിന്റെ മസല എങ്ങനെ പണ്ഡിതന്മാരോട് ചോദിക്കും. ഒരാൾ പറഞ്ഞു ഞാനിപ്പോ മഗ്രിബ് നിസ്കരിക്കണില്ല. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവനെതിരെ നടപടിയെടുക്കും, പക്ഷെ മതത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. നേരെ മറിച്ച് ഒരുത്തൻ പറഞ്ഞു മഗ്രിബ് എന്ന് പറയുന്ന നിസ്കാരം തന്നെയല്ലേ, അത് വെറുതെ പറയാം, പിന്നെ എല്ലാവരും ചെയ്യുന്നോട് ഞാൻ ചെയ്യാന്നേ ഉള്ളൂ, അവൻ മതത്തിന് പുറത്താ, ഓൻ നിസ്കരിച്ചിട്ടും കാര്യമില്ല. നിഷേധമാണ് ഗൗരവം, ചെയ്യാതിരിക്കലല്ല. നിങ്ങൾ മമ്പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ പ്രശ്നമില്ല, പോയാൽ ദീനിന്ന് പുറത്തു പോകുമെന്ന് പറയാൻ പാടില്ല. ആ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് 10 ആളെ നന്നാക്കിയിട്ടും ഫലമില്ല, കൗമനെ മുഴുവൻ നിസ്കരിപ്പിച്ചിട്ടും ഫലമില്ല, ആദർശം പോയില്ലേ? ഇതൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കണ്ടേ? നമ്മളൊരാളെ നന്നാക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും അവൻ കൊണ്ടുവരുന്ന ആ വേദ്യം അത് നന്നാവണം. പരലോക മോക്ഷമാണ് ലക്ഷ്യമെങ്കിൽ ഉദ്ദേശം അതുപോലെ തന്നെ പ്രവർത്തനം ഒക്കെ ഒന്നുപോലെ നന്നാവണം. ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അങ്ങനെ ഈ പുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും തബ്ലീഗ് ജമാഅത്തുകാർ അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ടാവും. റഷീദ് അഹമ്മദ് ഗംഗോഹി ഗുരു തന്നെയാണ്. മുഹമ്മദ് ഇല്യാസ് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ഈ ഗ്രന്ഥത്തെ അംഗീകരിക്കുന്ന രീതിയിലാണ് പ്രചരണം ഇപ്പം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. അങ്ങനെ രക്ഷപ്പെടാനും ഒരു പഴുതും നമ്മൾ കാണുന്നില്ല. ഈ പുസ്തകത്തിലെ മുഴുവൻ വാദങ്ങളും തബ്ലീഗുകാർ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ഇതിനെക്കുറിച്ച് ഗംഗോഹി തന്നെ പറയുന്നു തന്റെ പുസ്തകത്തിൽ. റഷീദ് അഹമ്മദ് ഗംഗോഹി തന്നെ തന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. ഈ വിനീതന്റെ അഭിപ്രായത്തിൽ മുഴുവൻ വിഷയങ്ങളും ശരിയാണ്. തഖ്വിയത്തുൽ ഈമാനിലെ മുഴുവൻ വിഷയങ്ങളും ശരിയാണ്. ചില വിഷയങ്ങളിൽ തീവ്ര സമീപനമുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം. ചില വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങി എന്നത് പുത്തൻവാദികൾ മെനഞ്ഞുണ്ടാക്കിയതാണ്. അപ്പൊ അയാൾ പറഞ്ഞതൊക്കെ ശരിയാണ്, അവിടെ തന്നെ ഉറച്ചു നിൽക്കണം. ഫത്താവ റഷീദിയ പേജ് 199. ഫത്താവ റഷീദിയ പരിശോധിച്ചാൽ വളരെ മനോഹരമായി ആളുകൾക്ക് കാണാം. അതിൽ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അപ്പൊ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടു. റഷീദ് അഹമ്മദ് ഗംഗോഹി പുകഴ്ത്തിയ ഈ ഗ്രന്ഥത്തിന്റെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ബിദ്അത്തിന്റെ ചുവയല്ല, ബിദ്അത്തിന്റെ നേർരേഖ തന്നെ ഉണ്ട് എന്നുള്ളത് ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവർ വിദേശത്ത് പോലും നജ്ദിയൻ ചിന്താഗതിയുമായി കരാർ ഒപ്പുവെച്ചത് കാണാൻ കഴിയും. 1938 മാർച്ചിൽ തബ്ലീഗ് നേതാവായ മുഹമ്മദ് ഇല്യാസ് നജ്ദിയൻ ഗവൺമെന്റുമായി സന്ധിയിൽ ഏർപ്പെട്ട വിവരം അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ ദീനി ദഅവത്ത് എന്ന ഗ്രന്ഥത്തിലുണ്ട്. സൗദി അറേബ്യയിൽ നജ്ദിയൻ ചിന്താഗതി വളർത്തിക്കൊണ്ടുവന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് ഭരണത്തെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മതകാര്യം ഏറ്റെടുക്കുകയും ഭരണകാര്യം മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടെ ഈ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നത്. അവരുമായി സന്ധി ചെയ്തു എന്ന് ചരിത്രത്തിൽ വളരെ വ്യക്തമായി ഇവരെക്കുറിച്ച് മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ ദീനി ദഅവത്ത് എന്ന പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് വിദേശത്ത് ഇവർക്ക് അല്പം പിടിപാടുകളും ചില പള്ളികളിൽ നടത്താനുള്ള സൗകര്യങ്ങളും പിന്നീട് കൈവന്നത്. ഇതൊരു ആഗോള വ്യാപകമല്ലേ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണത്. ആഗോള വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള സൗകര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതിനു പുറമെ സൗദി ഗവൺമെന്റ് അധികാരികളുമായി തബ്ലീഗ് സംഘം റിയാദിൽ ഉണ്ടാക്കിയ കരാർ, ഇല്യാസിന്റെ ശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ മൗലവി മുഹമ്മദ് യൂസുഫാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഈ വിഷയം വളരെ വ്യക്തമായി മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഉള്ള സത്യം മാത്രമേ നമ്മൾ പറയുന്നു, ഇല്ലാത്തൊരു ആരോപണം നടത്തുന്നില്ല. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, തബ്ലീഗ് ജമാഅത്ത് അംഗീകരിക്കുന്ന പണ്ഡിതന്മാർക്ക് അഥവാ തബ്ലീഗ് ജമാഅത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വ്യക്തിയെക്കുറിച്ച് എന്താ കാഴ്ചപ്പാട്? വഹാബി പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വ്യക്തിയെക്കുറിച്ച് എന്താ കാഴ്ചപ്പാട്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് റഷീദ് അഹമ്മദ് ഗംഗോഹി ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റഷീദ് അഹമ്മദ് ഗംഗോഹിയോട് ഫത്വ ചോദിക്കുന്നു ഒരാൾ. ഇലാഹിയ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ട് പറഞ്ഞു, എന്റെ സഹോദരൻ നേർവഴിയിലല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ രണ്ട് ഗുരുനാഥന്മാർ ഷെയ്ഖ് മുഹമ്മദ് ഹയാത്തു സിന്ധി, ഷെയ്ഖ് സുലൈമാൻ അൽ കുർദി, രണ്ടാളും പറഞ്ഞു ഞങ്ങളുടെ ശിഷ്യൻ നേർവഴിക്കല്ല ചിന്തിക്കുന്നത്, ലാലും മുതലുമാണെന്ന് അവരുടെ അഭിപ്രായം. സ്വന്തം പിതാവ് സഹോദരൻ രണ്ട് ഗുരുവര്യന്മാർ തള്ളിപ്പറഞ്ഞ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 100% ശരിയാണെന്ന് സൈദ്ധാന്തികമായി പറയുന്നാരാ? നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ തലവന്റെ ഗുരുനാഥൻ. അദ്ദേഹം കൊടുക്കുന്ന ഫത്വയിൽ വ്യക്തമായി പറയുന്നു, ഏത് നമ്മൾ അംഗീകരിക്കണം നിങ്ങൾ തീരുമാനിച്ചോളൂ. നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായ തീരുമാനമെടുക്കണം. ഇനി നിങ്ങൾ നോക്കുക, അതിനേക്കാൾ പ്രധാനം ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ കേരളത്തിലേക്ക് ഈ പ്രസ്ഥാനം കടന്നു വന്നതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കണം. 1950കളിലാണ് കേരളത്തിലേക്ക് ഈ പ്രസ്ഥാനം കടന്നു വരുന്നത്. അന്നാണ് കേരളം ഇതിനെ പരിചയപ്പെടുന്നത്. ഈ കേരളത്തിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചിന്ത എന്താണോ ജനസമൂഹത്തിന് പകർന്നു കൊടുത്തത്, അതേ ചിന്ത തന്നെയാണ് ഇവരുടെ നേതാക്കൾ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. അതിന്റെ തലപ്പത്ത് നിന്ന നേതാക്കളുടെ ചരിത്രം വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ പഠിക്കാൻ അവസരമുണ്ട്. ഇന്ന് വിവരസാങ്കേതിക വിദ്യ വളർന്ന കാലമാണ്, പഠിക്കാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. ഇസ്മായിൽ ദഹ്ലവിയെ കുറിച്ച് പഠിച്ചു നോക്കുക, റഷീദ് അഹമ്മദ് ഗംഗോഹിയെ കുറിച്ച് പഠിച്ചു നോക്കുക, അഷ്റഫ് അലി ഥാനവിയെ കുറിച്ച് പഠിച്ചു നോക്കുക. അഷ്റഫ് അലി ഥാനവി ഈ ആശയം പ്രചരിപ്പിക്കാൻ ഏറെ മുമ്പിൽ നിന്ന ആളാണ്. ഈ സഹോദരങ്ങൾ അഷ്റഫ് അലി ഥാനവിയെ വളരെ നന്നായി അംഗീകരിക്കുന്നുണ്ടല്ലോ. തബ്ലീഗ് ജമാഅത്തിനെതിരിൽ ഒരു ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് പ്രസിദ്ധ പണ്ഡിതൻ അർഷദുൽ ഖാദിരി എന്ന് പറയുന്ന വ്യക്തി. വളരെ വ്യക്തമായി നമ്മൾ ഈ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇല്യാസിന്റെ ഒരു ഗുരുവായ ഖലീൽ അഹമ്മദ് സഹാറംപൂരി, മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗുരുവാണ്, മറ്റൊരു ഗുരുവാണ് ഖലീൽ അഹമ്മദ് സഹാറംപൂരി. ഇദ്ദേഹം നബിദിനം, നേർച്ച എന്നീ പറയുന്ന നബിദിനം, അതുപോലെ തന്നെ നേർച്ച പോലെയുള്ള സംഗതികൾ, ഇതിനെ ദൈവബന്ധി പണ്ഡിതന്മാർ എതിർത്തിരുന്നൊരു സന്ദർഭമുണ്ടായി അതിശക്തമായി. നബിദിനത്തെ, നേർച്ചയൊക്കെ എതിർത്തപ്പോൾ ഈ ആശയത്തെ ജനങ്ങൾക്ക് ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് മൗലാന അബ്ദുസമീ റാംപൂരി എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു പുസ്തകം എഴുതി. ഈ റാംപൂരിയുടെ പുസ്തകം അൻവാറെ സാത്യ എന്ന പുസ്തകം പ്രസിദ്ധീകൃതമായി. അദ്ദേഹം മൗലിദിനെയും അതുപോലെ തന്നെ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ അത് വിശദീകരിച്ചു. ഇതിന് മറുപടി എഴുതിയത് ഖലീൽ അഹമ്മദ് സഹാറംപൂരിയാണ്. ഖലീൽ അഹമ്മദ് സഹാറംപൂരി ഇതിന് മറുപടി എഴുതി അൽ ബറാഖീനുൽ ഖാത്തിയ അലാ വലാമിൽ അൻവാരിൽ സാത്യ എന്ന ഗ്രന്ഥം. അദ്ദേഹമാണ് ഇല്യാസിന്റെ ഗുരുക്കളിൽ ഒന്ന്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ മനോഹരമായി പുസ്തകം എഴുതിയിട്ട് അൻവാറെ സാത്യ വഴി മനോഹരമായി കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ
അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് വിദ്അത്തിനെ പ്രചരിപ്പിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ വ്യക്തി പരിശോധിക്കണം. വിദഈ ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം. ആക്ഷേപമല്ല, ആരോപണമല്ല, വെറും ചരിത്ര വസ്തുതകൾ പറയുന്നു എന്ന് മാത്രം. ഹിജ്റ 1303 ഈ ഗ്രന്ഥം ഇറക്കിയത്, അതുകൂടി ചരിത്രം പറയുന്നുണ്ട്. ഇനി അഷ്റഫ് അലി താനവിയെ കുറിച്ച് നോക്കും. അഷ്റഫ് അലി താനവി എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഷ്റഫ് അലി താനവിയുടെ ചിന്ത പ്രചരിപ്പിക്കലായിരുന്നു മുഹമ്മദ് ഇല്യാസിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമാണ്. ഇവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. കാരണം അഷ്റഫ് അലി താനവിയെ ഹക്കീമുൽ ഉമ്മത്ത് എന്നാ പറഞ്ഞിരുന്നത്. ഈ അഷ്റഫ് അലി താനവിയെ കുറിച്ച് ചരിത്രം പറയുന്നത് പഠിച്ചു നോക്കും നിങ്ങൾ. ഒരു വ്യക്തിയെക്കുറിച്ച് അന്യായമായ ആരോപണം ഉന്നയിക്കില്ല. പടച്ചറപ്പിന്റെ കോടതിയിൽ സമാധാനം നമ്മൾ പറയേണ്ടി വരും. ഇദ്ദേഹത്തെ പറ്റി ദാറുൽ ഉലൂം ദൈവബന്ദിലെ മജ്ലിസ് ഷൂറ മെമ്പർ അഹമ്മദ് സഈദ് അക്ബറാബാദി ബുർഹാൻ മാസികയിൽ ഒരു ലേഖനം എഴുതി. ഈ ബുർഹാൻ മാസികയിൽ ഇദ്ദേഹം എഴുതിയ ലേഖനത്തിൽ അഷ്റഫ് അലി താനവിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അഷ്റഫ് അലി താനവിയുടെ ശിഷ്യൻ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. അതിൽ ഈ ശിഷ്യൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും കിടന്നുറങ്ങുന്ന സമയത്ത് മറ്റുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലുന്നതിന് പകരം എന്റെ മനസ്സിൽ വരുന്നതും നാക്കിൽ വരുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്റഫ് അലി റസൂലുള്ളാഹ് എന്നാണ്. ശിഷ്യൻ കത്തെഴുതി, നിങ്ങളോട് ഞാനിത് തുറന്നു പറയുന്നു എന്ന് പറഞ്ഞ ഗുരുവിന് ഒരു കത്തെഴുതി അഷ്റഫ് അലി താനവിയുടെ ഒരു ശിഷ്യൻ. ഇതിന് മറുപടിയായി അഷ്റഫ് അലി താനവി എന്താ പറഞ്ഞത്? നീ ആ ചെയ്യുന്ന തെറ്റാണെന്ന് പറയണ്ടേ, നിന്റെ ആ രീതിശാസ്ത്രം ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയണ്ടേ? അദ്ദേഹം അതിന് മറുപടി ചെയ്തത്, അത് നിനക്ക് എന്നോടുള്ള അതിയായ സ്നേഹത്തിന്റെ ലക്ഷണമായി ഞാൻ കാണുന്നു. അങ്ങനെ പറഞ്ഞ അഷ്റഫ് അലി താനവിയെ ആണ് ഇവർ ഏറ്റവും വലിയ പണ്ഡിതനായും ഏറ്റവും വലിയ പ്രബോധകനായും അംഗീകരിക്കുന്നത്. ഈ സംഭവം ബുർഹാൻ മാസിക ഫെബ്രുവരി 1952 ഫെബ്രുവരി ലക്കത്തിലുണ്ട്. വളരെ വ്യക്തമായി ഈ സംഭവത്തിന്റെ പൂർണ്ണരൂപം അല്ലിംദാദ് മാസികയിൽ 1336 സഫർ മാസത്തിന്റെ ലക്കത്തിൽ പ്രസിദ്ധീകൃതമായിരുന്നു. അതേക്കുറിച്ചൊക്കെ ചരിത്ര പുസ്തകത്തിൽ പരാമർശങ്ങളുണ്ട്. ഇനി അതൊക്കെ പോകട്ടെ, ഇതൊക്കെ നിങ്ങൾ പറയുന്ന പുറത്തെ കാര്യമാണല്ലോ. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ ഉറുദു ആണല്ലോ. ആ ഗ്രന്ഥങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളും അതിന്റെ ഉദ്ധരണി വായിക്കാതെയാണല്ലോ പറഞ്ഞത്. ഞാനതിന്റെ ഉദ്ധരണികൾ വായിക്കാതിരിക്കുന്നതും ആ ഉദ്ധരണികൾ എഴുതി നീ ഇവിടെ അവതരിപ്പിക്കാതിരിക്കുന്നതും ഈ ഗ്രന്ഥങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റുകൾ പ്രദർശിപ്പിക്കാതിരിക്കുന്നതും അങ്ങനെ സാധനം ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ടല്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സമയദൈർഘ്യം, വെറുതെ അത് വായിച്ച് കുറെ ദീർഘിപ്പിച്ചതുകൊണ്ട് ഫലമില്ല. രണ്ട്, മലയാളത്തിൽ തന്നെ ഈ കാര്യം അവർ എഴുതി വെച്ച സ്ഥിതിക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഈ സംഭവം നോക്കൂ നിങ്ങൾ. അവർ പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷയുടെ ഒരു ലഘുചിത്രം ഞാൻ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നതാണ്. ഇത് അവർ പ്രസിദ്ധീകരിച്ച അടുത്ത കാലത്ത് കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ ഖുർആൻ പരിഭാഷയാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. കോഴിക്കോട്ട് അവർ ഓഫീസിൽ ചെന്നാൽ, അവരുടെ പുസ്തകങ്ങളിൽ ചെന്നാൽ കിട്ടും. മആരിഫുൽ ഖുർആൻ, മആരിഫുൽ ഖുർആൻ എന്നതിന്റെ പേര് വലിയ ഖുർആൻ പരിഭാഷയാണ്. ഞാനതിൽ ഏതാനും പേജുകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു എന്ന് മാത്രം. അതിന്റെ ഒറിജിനൽ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് വാങ്ങി പരിശോധിക്കാൻ മതി. ഞാൻ ഈ പറയുന്നത് അപ്പടി നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. പഠിച്ച് ആലോചിച്ച് മാത്രം ചെയ്താൽ മതി. ഏതൊരു വിഷയം കേൾക്കുമ്പോഴേക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. സമത്വ കേരള ജമിയത്തുലമയുടെ മുഷാവറ മെമ്പറടക്കം ഉയർന്ന പണ്ഡിതന്മാരിരിക്കുന്ന വേദിയിൽ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. തന്നെയുമല്ല, ഞാൻ എന്തെങ്കിലും വിഡ്ഢിത്തമോ അല്ലെങ്കിൽ തെറ്റോ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തൂക്കും. അതിനേക്കാളേറെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. അതിനേക്കാളേറെ ഈ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ ഞാൻ ബാധ്യസ്ഥനാവും. അതുകൊണ്ട് തന്നെ മആരിഫുൽ ഖുർആൻ നോക്ക് നിങ്ങൾ. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അൽ മആരിഫ് പബ്ലിക്കേഷൻസ് കൗസരിയ കോംപ്ലക്സ് ആലുവയാണ്, ഇവരുടെ സ്ഥാപനമാണ്. ഇതിൽ ആമുഖത്തിൽ തന്നെ പറയുന്നൊരു വാചകമുണ്ട്. മതനിയമങ്ങളെ വളച്ചൊടിക്കുന്നവർക്കും ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്കും ശക്തമായ ഭാഷയിൽ ഇത് മറുപടി നൽകുന്നുണ്ട്. അവ മതനിയമങ്ങളെ വളച്ചൊടിക്കുന്നവർക്ക് മറുപടിയായിക്കൊണ്ട് എഴുതിയ ഖുർആൻ പരിഭാഷയാണ്. ഇതിന് ബഹുമാനപ്പെട്ട മൂസ മൗലാന അവർകളാണ് ആമുഖം എഴുതിയിട്ടുള്ളത്, അവതാരിക. അവതാരികയിൽ ബഹുമാനപ്പെട്ട മൂസ മൗലാന പറയുന്നു. മൂസ മൗലാന എന്നാൽ നിങ്ങൾക്കറിയാം, കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിന്റെ അമീർ കാഞ്ഞാർ മൂസ മൗലാന. അദ്ദേഹത്തെ കുറിച്ചറിയാം. മുഹമ്മദ് മൂസ കാഞ്ഞാർ 1419 റജബ് 13 1998 നവംബർ 3 അൽ ജാമിയത്തുൽ കൗസരിയ, എടത്തല, ആലുവ, കേരള. ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും ആദരവും വകവെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ആക്ഷേപിക്കൽ. ഇതിൽ എഴുതിയിട്ടുള്ളത് എന്താ? മഹാനായ പണ്ഡിതൻ ഹസ്രത്ത് മൗലാന മുഫ്തി മുഹമ്മദ് ഷരീഫ് ദേവബന്ദി അവർകൾ എഴുതിയ ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവുമായ മആരിഫുൽ ഖുർആൻ മലയാളത്തിൽ വിവർത്തനം ചെയ്യേണ്ടത് മാറി വരുന്ന പരിതസ്ഥിതിയിൽ അത്യാവശ്യമാണെന്ന് ദൈവബന്ദി ഉലമാക്കളിൽ ജീവിച്ചിരിക്കുന്നവരിൽ പ്രധാനികളായ ഹസ്രത്ത് മൗലാന സയ്യിദ് അർഷദ് മദനി, ഹസ്രത്ത് മൗലാന മുഫ്തി സയ്യിദ് അഹമ്മദ് പാലംപൂരി എന്നിവർ നിർദ്ദേശിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട ഒരു സാലിഹായ അമലായി അള്ളാഹു ഇതിനെ ആക്കി തീർക്കുമാറാവട്ടെ.
എന്ന ദുആയോടുകൂടി ഈ അമൂല്യ ഗ്രന്ഥം സഹൃദയ സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. വൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവ്വലും ആഖിറൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മൂസ കാഞ്ഞാർ അദ്ദേഹം എഴുതിയ മൂസ എന്നതിലുള്ളതുകൊണ്ട് ഞാൻ മൗലവി എന്ന് പറയുന്നത് വായിച്ചത് അനാദരവ് കൊണ്ടല്ല. മുഹമ്മദ് മൂസ മൗലവി കാഞ്ഞാർ അവതാരിക എഴുതിയിട്ട് ഇതൊരു നല്ല സേവനമായി പടച്ചുറപ്പ് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കുക. ഇനി ഞാൻ ഇതിലുള്ള കാര്യം വായിക്കാം. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്ക് നിങ്ങൾ. നമ്മളൊക്കെ സാധാരണഗതിയിൽ മഹാന്മാരുടെ പേരിൽ നേർച്ച കഴിക്കാറുണ്ട്. മഹാന്മാരുടെ പേരിൽ കോഴിയെ നേർച്ച നേരാറുണ്ട്, ആടിനെ നേർച്ച നേരാറുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മരിച്ചുപോയ മാതാവിന് വേണ്ടി കിണർ കുത്തിയിട്ടത് നേർച്ചയാക്കി കൊടുക്കാൻ വരെ പരിശുദ്ധ പ്രവാചകർ അനുമതി കൊടുത്തുകൊണ്ട് ചെയ്ത സ്വഹാബത്തിന്റെ ചരിത്രമുണ്ട്. നമ്മൾ പല രീതിയിലും അങ്ങനെ നേർച്ച നേരാണ്ട് സുന്നത്തായ കാര്യം നിർബന്ധമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് പ്രതിഫലാർഹമായ പ്രവർത്തനം ചെയ്യാറുണ്ട്. ഈ മആരിഫുൽ ഖുർആന്റെ 50-ാം പേജിൽ പറയുന്നു, വളരെ ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ. അറിവില്ലാതെ ചില മുസ്ലിങ്ങൾ ശൈഖന്മാരുടെ സാമീപ്യത്തിന് വേണ്ടി കോഴിയും ആടും മറ്റും അറുക്കുന്നത് പോലെ എന്നിട്ട് പറയുന്നു ഇത് ശവവും നിഷിദ്ധവുമാണ്. മലയാള ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷയിൽ ശൈഖന്മാരുടെ പേരിൽ ഒരു ആടിനറുത്താൽ കോഴിയർത്താൽ ശവമാണ്. ഇത് കേരളത്തിലെ വിദേഹത്തിന്റെ വാദമല്ലേ? ഇത് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ക്ഷണിക്കുന്ന സാധുക്കൾ ഞങ്ങളത് അറിയില്ല എന്ന് പറയും. അറിയാതിരിക്കരുത്. വലാത്തകുമാലേശ്വരകപികയിലും വിവരമില്ലാത്തിന്റെ പിന്നാലെ പോകണ്ടല്ലോ. വിവരമുള്ളത് പറഞ്ഞു തരുന്ന പണ്ഡിതന്മാരില്ലേ? ഞാൻ പറയുന്നത് കേൾക്കണ്ട. നമ്മൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിച്ചത് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഇതേക്കുറിച്ച് തീരുമാനമെടുത്തപ്പെടാം. അത് ഞാൻ പറയാം. മലയാളത്തിൽ പറയുന്നു, പിന്നെ പറയുന്നു നോക്കൂ നിങ്ങൾ. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഒഴിഞ്ഞുവിടുന്ന മൃഗം അത് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അറുക്കപ്പെട്ടാലും നിഷിദ്ധമാണ്. ആ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേര് നിങ്ങൾ മദരികളുടെ പേരിൽ ഒരു ആണ്ട് കഴിക്കാം. അതിന് നിങ്ങൾ ഉരുവിനെ വാങ്ങി അറുത്തു അതിന്റെ മാംസമൊക്കെ വിതരണം ചെയ്തു. അത് തെറ്റാ, നിഷിദ്ധമാണ്, ഹറാമാണ്, തിന്നാൻ പാടില്ല. ധാരവാദമാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നാളെ നമ്മൾ പറയട്ടെ. പിന്നെ നോക്ക് നിങ്ങൾ, ഹിന്ദുക്കൾ അവരുടെ ദേവതകൾക്ക് വേണ്ടി മൃഗങ്ങളെ ഒഴിഞ്ഞുവിടുകയും അതിനെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പൂജാരിക്ക് നൽകുകയും ചെയ്യുന്നു. പൂജാരിമാർ അത് മുസ്ലിങ്ങൾക്കും വിൽക്കാറുണ്ട്. ഇതേ നിലയിൽ ചില വിവരമില്ലാത്ത മുസ്ലിങ്ങൾ മക്ബറകളിലേക്ക് മൃഗങ്ങളെ നേർന്നുവിടുകയും അവിടുത്തെ പരിചാരകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. മിഠായി, പലഹാരങ്ങൾ മുതലായവ ഹിന്ദുക്കൾ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയും വിവരമില്ലാത്ത ചില മുസ്ലിങ്ങൾ മഹാത്മാക്കളുടെ മക്ബറകളിലേക്കും കാണിക്കയായി നൽകാറുണ്ട്. അവ നമ്മളിപ്പോ മക്കാമുക്ക് ഒരു മുണ്ട് നേർച്ചയാക്കി, അല്ലെങ്കിൽ മക്കാമിലേക്ക് കുറച്ച് അലുവ നേർച്ചയാക്കി. ഇത് അമുസ്ലിം സഹോദരങ്ങൾ അവരുടെ ദേവീ ദേവതകൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന പോലെ തന്നെയാണ്. രണ്ടും തുല്യമാണ്. ഇത് ആരുടെ വാദമാണ്? ഇത് ഉറുദു ഗ്രന്ഥമല്ല, നോർത്ത് ഇന്ത്യൻ ഗ്രന്ഥമല്ല. നമ്മളെ ഇവിടെ അവർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച് അവരെ ജമാഅത്തിലൊക്കെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, അവർ വിതരണം ചെയ്യുന്ന, നമുക്കും അവർ തരുന്ന ഖുർആൻ പരിഭാഷ നിങ്ങൾ പരിശോധിച്ചോളൂ. അതുപോലെ തന്നെ പിന്നെ നോക്ക് നിങ്ങൾ, അത് ഭക്ഷിക്കുന്നതും ഭക്ഷിപ്പിക്കുന്നതും ക്രയവിക്രയം ചെയ്യുന്നതും നിഷിദ്ധമാണ്, ഹറാമാണ്. അവ നിങ്ങൾ ഏതെങ്കിലും നേർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാംസം കഴിച്ചില്ലേ ഹറാമ് തിന്നു എന്നർത്ഥം. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ആലോചിച്ചുകൊണ്ടല്ലേ നമ്മുടെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ. നോക്കൂ നിങ്ങൾ, ഹലാലിലും ഹറാമിലും വസ്തുക്കളെ പങ്കുചേർക്കൽ ശിർക്കാകുന്നത് പോലെ തന്നെ മറ്റാരുടെയെങ്കിലും നാമത്തിൽ നേർച്ച നേരലും ശിർക്കാക്കപ്പെടുന്നതാണ്, ശിർക്കിൽപ്പെടുന്നതാണ്. അപ്പൊ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഇത് തന്നെ വീണ്ടും പറഞ്ഞ് ആ വിഷയത്തിൽ പിടികൂടി മുന്നോട്ട് പോവാണ്. ഈ ആശയം ആരുടേതാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇനി അതുപോലെ തന്നെ തുടർന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ നോക്ക് നിങ്ങൾ. ഇപ്പൊ നമ്മളൊക്കെ മരണപ്പെട്ടാൽ പണ്ട് കാലം മുതൽ നമ്മുടെ പള്ളികളിൽ ഖത്തപ്പുറ കെട്ടിയിട്ട് ഓതും. നമ്മളെ വിശ്വാസം എന്താ? ഒരു മയ്യത്ത് കബറിൽ കിടക്കുന്ന സമയത്ത് മൽ മയ്യത്ത് ഫീ ഖബരിഹി ഇല്ലാ കൽ വരീഖിൽ മുഅവ്വിദ് യന്തദിറു ദഅവതൻ തൽഹഖുഹു മിൻ നബിൻ വഖിൻ ഔ സദീഖിൻ ലഹു. ഒരു മനുഷ്യൻ മരണപ്പെട്ടുകൊണ്ട് മറമാടിയാൽ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്നവനെ പോലെയാണ് ആ മയ്യത്ത്. ഒരു ദുആ ഇങ്ങോട്ട് വരുന്നുണ്ടോ, ബാപ്പയോ സഹോദരനോ സുഹൃത്തോ ഒരു ദുആ ഇങ്ങോട്ട് കൊടുത്തേക്കുന്നുണ്ടോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കണം. യന്തദിറു ദഅവതൻ. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന് ഒരു നൂലിട്ട് കൊടുത്താൽ പിടിക്കാൻ തോന്നും. നിലയറ്റ വെള്ളത്തിൽ കാല് അടിയിൽ തട്ടാതെ മുങ്ങിത്താഴുന്നവനെ പോലെയാണ് മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ഖബറിൽ. ഫഇദാ ലഹിഖതുഹു ദുആ. ഒരു പ്രാർത്ഥന അവന്റെ ഖബറിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ കാന അഹബ്ബ ഇലൈഹി മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടിയതിനേക്കാൾ ഏറ്റവും ഇഷ്ടമായി അവനത് തോന്നുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ കൂലി കിട്ടും.
അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവര് പറയുന്ന വാചകം നോക്ക് നിങ്ങൾ. മരിച്ചവർക്ക് വേണ്ടി പ്രതിഫലം നൽകി ഖുർആനും മറ്റും ഓദിക്കുന്നത് ഹറാമാണ്. ഇന്നലെ വരെ മദ്യപിച്ചവനെ നല്ലവനാക്കി പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച ആ വ്യക്തി ഒന്ന് തിരിഞ്ഞു നോക്കണം, ഞാൻ ഏത് പ്രസ്ഥാനത്തിന്റെ തണലിലാണ്, ഏത് ജമാഅത്തിലാണ് ഞാൻ പോയത്. അവർ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ പറയുന്നു, മരിച്ചവർക്ക് വേണ്ടി പ്രതിഫലം നൽകി ഖുർആനും മറ്റും ഓദിക്കുന്നത് ഹറാമാണ്. ബാപ്പ മരിച്ചാൽ ബാപ്പാന്റെ പേരിൽ ഫാത്തിഹ ഓതിയാൽ ഹറാമാവും. കാരണം ഇത് ദീനിന്റെ ഒരു ഘടകമല്ല, വ്യക്തിപരമായ വിഷയമാണ്. പ്രതിഫലത്തിനായി ഓതുന്നയാളും ഓദിക്കുന്നയാളും പാപ്പികളായി തീരും. ഓതുന്നവനും പാപ്പിയാവും, ഓദിക്കുന്നവനും പാപ്പിയാവും. ഓതുന്നവന് തന്നെ കൂലിയൊന്നും ലഭിക്കില്ലെന്നിരിക്കെ അവർ മയ്യത്തിന് എന്ത് പ്രതിഫലം നൽകാനാണ്? ഓതുന്നവൻ തന്നെ കൂലി കിട്ടൂല. കബറിൽ പോയി ഒരാൾ ഓതിയ ഓതുന്നവന് തന്നെ കൂലി കിട്ടില്ല. പിന്നെ എങ്ങനെ ഈ മയ്യത്തിന് ഇതിന്റെ കൂലി കിട്ടും? ചോദ്യമാണ്. മരിച്ചവർക്ക് വേണ്ടി കബറിടങ്ങളിൽ ഖുർആൻ ഓദിക്കലും പ്രതിഫലം നൽകി ഖുർആൻ ഖത്തം തീർക്കലും സ്വഹാബികളിൽ നിന്നോ താബികളിൽ നിന്നോ മുൻകഴിഞ്ഞ മഹാമാരിൽ നിന്നോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വളരെ അറുത്തുമുറിച്ച് വ്യക്തമായി പറഞ്ഞു. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലും സ്വാധീനിച്ച പ്രഗത്ഭനായിരുന്ന ചിന്തകൻ, വിദഅത്തിന്റെ ആശയങ്ങൾ പലതും കൈവശം വെച്ച് സൂക്ഷിച്ചിരുന്ന അബ്ദുൽ ഹലീമുൽ ഹറാനി എന്ന് പറയുന്ന ഇബ്നു തീമിയ പോലും പറഞ്ഞൊരു വാക്കുണ്ട്, ലൈസ ഫിൽ ആയത്തി വലാ ഫിൽ ഹദീത്തി. ഒരായത്തിലുമില്ല, ഒരു ഹദീത്തിലുമില്ല. അന്നൽ മയ്യിത ലാ യൻഫഉ ബിദുആഇൽ ഖൽഖി ലഹു. ജീവിച്ചിരിക്കുന്നവർ ദുആ ചെയ്താൽ മയ്യിത്തിന് അതിന്റെ പ്രതിഫലം കിട്ടുകയില്ല എന്ന് ഒരു ഹദീത്തിലും ഒരായത്തിലുമില്ല. വബിമാ യഅമലു അൻഹു മിൻ അഅമാലിൽ ബിർ. മയ്യിത്തിന് വേണ്ടി എന്തെങ്കിലും ഗുണകരമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചാൽ അത് അതിന് ലഭിക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ബൽ മാത്രമല്ല, അയിമ്മത്തുൽ ഇസ്ലാമി മുത്തഫിഖൂന അല ഇന്തിഫാഇൽ മയ്യിതി ബിദാലിക. മയ്യിത്തിന് വേണ്ടി അങ്ങനെ ചെയ്താൽ അത് ഫലിക്കും, അതുകൊണ്ട് ഗുണം കിട്ടും, ഇന്തിഫാഇന്റെ നഫ്ഉണ്ട് എന്ന് പറയുന്ന ആരാ? ഇബ്നു തീമിയ. പുരോഗമനവാദിയായ ഇബ്നു തീമിയ പോലും പറയുന്നു അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന്. ഇബ്നു തീമിയ പോലും അങ്ങനെ പറയുമ്പോൾ പ്രതിഫലം കിട്ടുകയില്ല എന്ന് പറയുന്ന ആരാ? പ്രതിഫലം കിട്ടുകയില്ല എന്ന് പറയുന്നത് സത്യത്തിൽ ഈ വിഷയത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ത് പറഞ്ഞുവോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അതേ ചിന്ത തന്നെയാണ് വ്യക്തമായി പറയുന്നത്. ഈ വ്യക്തമായ ചിന്തക്കെതിരെയല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചത്? മരിച്ചുപോയൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഖുർആൻ ഓതിയാ കൂലി കിട്ടില്ല എന്ന് ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഒരു വഴിക്ക് പോകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് മുസ്ലിമിലില്ലേ? ഒരു ഖബറിന്റെ സമീപത്ത് ചെന്നപ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകൾ അദാബാവുകയാണ്. അതിന്റെ ഒരു കാരണം, ഒരാൾ മൂത്രം ശരിക്ക് ശുചീകരിക്കാത്തവനും മറ്റേ ആള് പരദൂഷണത്തിൽ ഏർപ്പെട്ടവനുമാണ്. ഇത് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സുമ്മ അഖദ ജരീദതൻ റത്ബതൻ, ഒരു പച്ച ഈത്തപ്പനയുടെ കഷ്ണങ്ങളെടുത്തു, തണ്ടെടുത്തു. ഫശക്കഹാ ബിനിസ്ബൈനി, രണ്ട് കഷ്ണമായിട്ട് പൊളിച്ചു. ഫറസ ഫീ കുല്ലി ഖബറിൻ വാഹിദത്തിൻ, ആ രണ്ടാൽ ഓരോ ഖബറുമലും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പച്ച ഈത്തപ്പനയുടെ തണ്ട് കുത്തി. കൂടെ സ്വഹാബത്തുണ്ടായിരുന്നു. കാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ ഫഅൽത ഹാദാ, നബി തങ്ങളെ ഈ ഖബറിന്റെ മുകളിൽ നിങ്ങൾ എന്തിനാണ് ഈത്തപ്പന തണ്ട് കുത്തിയത്? ഖാല, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൊഴിഞ്ഞു, ലഅല്ലഹു യഖഫു അൻഹുമാ മാ ലം യൈബസാ, ഇത് ഉണങ്ങാത്ത കാലത്തോളം ഇവർക്ക് ശിക്ഷ ഇതുകൊണ്ട് ലഘൂകരിച്ചു കിട്ടും, ഈ ചെടി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. ഇതിനെ ശറഹ് ചെയ്തുകൊണ്ട് ശറഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം തങ്ങൾ പറയുന്നു, വസ്തഹബ്ബൽ ഉലമാ, നമ്മുടെ ഉലമാക്കൾ സവിശേഷമായി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഖിറാഅത്തുൽ ഖുർആനി ഇൻദൽ ഖബറിൽ ഹാദൽ ഹദീസി, ഖബറിന്റെ സമീപത്ത് ഈ ആയത്തിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഓതൽ, ലിഅന്നഹു ഇദാ കാന യുർജ തഖ്ഫീഫു ബിതസ്ബീഹിൽ ജരീദ്, ഒരു ചെടിത്തണ്ട് കൊണ്ട് ഈ മയ്യത്തിന് ശിക്ഷയിൽ ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ ഫതിലാവത്തുൽ ഖുർആനി ഔല, അപ്പൊ ഖുർആൻ ഓതിയാൽ അതിനേക്കാൾ കിട്ടൂലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ സമീപത്ത് ഖുർആൻ ഓതാൻ പറഞ്ഞിട്ടില്ലേ? ഇഖ്റഊ സൂറത്തെ യാസീൻ എന്താ മൗതാക്കും അലാ മൗതാക്കും എന്നൊക്കെ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, ലോക പ്രശസ്ത ചിന്തകനും ബുദ്ധിജീവിയും പ്രതിപാദകനുമായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, വഅന്നഹു ലയദ്ഖുലു അലാ ഖുബൂരിൽ അംവാതി, മരിച്ചു കിടക്കുന്നവരുടെ ഖബറിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. മിൻ ദുആഇൽ ഇഹ്യാഇ, ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ട്, മിനൽ അൻവാരി മിഥലൽ ജിബാൽ, പർവ്വത സമാനമായ പ്രകാശം പ്രവേശിക്കും, ഖബർ വെളിച്ചമാകും എന്ന് പറയുന്ന ആരാ? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദുൽ ഗസാലി റഹ്മത്തുള്ളാഹി.
അപ്പൊ ഒസ്സാരി ഇമാമ് പോലും പറഞ്ഞതിനെ നിഷേധിക്കല്ലേ, ഖബറുകൾ ഓതിയിട്ട് കൂലി കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ബോധിപ്പിക്കല്ലേ? ഇതേ ആശയം തന്നെയല്ലേ ഇബ്നുൽ അബ്ദുൽ വഹാബ് കൂടെ പ്രചരിപ്പിച്ചത്? മയ്യത്തിന് വേണ്ടി ഓതിയാൽ UAE ഷെയ്ഖ് സായിദ് മരണപ്പെട്ടപ്പോൾ അവിടെ ആളുകളെ വിളിച്ച് നിർബാധം ഓദിക്കുക. UAE ഷെയ്ഖ് സായിദ് ആളുകളെ ഓദിപ്പിക്കുന്നു. ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്ന ആളുകൾ ഷെയ്ഖ് സായിദ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ ആ ഭരണകൂടം ഷെയ്ഖ് സായിദിന്റെ ഖബറിൽ പ്രത്യേകമായി ഓദിപ്പിക്കുക. മദീനയിൽ ചെന്നാൽ നമ്മൾ മുഴുവൻ കാണുന്ന ഖബർ സിയാറത്താണ്. സുബഹി നമസ്കരിച്ചാൽ ആളുകൾ ഇറങ്ങുന്നു ഖബർ സിയാറത്തിന്. അസർ നമസ്കരിച്ചാൽ ആളുകൾ പോകുന്നു ജന്നത്തുൽ ബഖീയിലേക്ക്. കാലുകുത്താൻ ഇടവില്ലാത്ത വിധം മുസ്ലിം ആളുകൾ മുഴുവൻ അവിടെ നിൽക്കുക. ആ രീതിയിൽ ആ ഖബറുകൾ മുഴുവൻ സിയാറത്ത് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് തെറ്റ് ചെയ്തു എന്നാണോ പറയുന്നത്? ഇത്തരമൊരു ആശയം നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ അത് അപകടമല്ലേ? മരിച്ചുപോയ പിതാവിന് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്യുന്നത് പോലും തെറ്റാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തൂലേ? ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇവർ ഉദ്ധരിച്ച ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അവലോകനം ചെയ്ത് നോക്കൂ. ചില്ലറ വിഷയമല്ല ഈ പറയുന്നത്. ഒരാളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്ന ദഅവത്ത് വളരെ പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ അവനെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഈ ആശയത്തിലേക്ക് കൊണ്ടുപോകുന്നതോ അത് ആ മനുഷ്യന്റെ ഭാവി നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ്. ഒരാളെ കൊണ്ടുവന്ന് ദീനിന്റെ നേർരേഖയിൽ നിർത്തണം. നമ്മളൊക്കെ ദിവസവും പ്രാർത്ഥിക്കുന്നു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എന്തിനാണത്? വഴി പിഴച്ചു പോകാൻ ഏറെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ? വിശുദ്ധ ഖുർആനിൽ തന്നെ പരിശുദ്ധമായ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. എവിടെയാണ് ഈ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നത്? പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാതും മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബ് ഉഖറു മുതശാബിഹാത്ത്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മുഹ്കമാത്തായ ഗണ്ഡിതമായ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ആയത്തുകളുണ്ട്. എന്നാൽ അതേ പരിശുദ്ധ ഖുർആനിൽ മുതശാബിഹാത്തുമുണ്ട്, അർത്ഥവ്യാഖ്യാനങ്ങൾക്ക് ഇടം കൊടുക്കുന്നവയുണ്ട്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ, ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ, ഫയത്തബിഊന മാ തശാബഹ മിൻഹു, അതിൽ നിന്നും ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യാനുള്ളതാണ് അവർ പെറുക്കിയെടുക്കുക. ഇബ്തിആഅൽ ഫിത്നതി വബിതിആഅ തഅ്വീലിഹി, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയും ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടിയും. വമാ യഅലമു തഅ്വീലുഹു ഇല്ലല്ലാഹ്, ചില ആയത്തുകളുടെ വ്യക്തമായ ആശയം പടച്ചറബിന് മാത്രമേ അറിയൂ. വറാസിഖൂന ഫിൽ ഇൽം, ആഴത്തിൽ വിവരമുള്ള പണ്ഡിതന്മാർ യഖൂലൂന, അവർ പറയും ആമന്നാ ബിഹി, ഞങ്ങൾ വിശ്വസിച്ചു. കുല്ലും മിൻ ഇൻദി റബ്ബിന, ആയത്തുകൾ മുഴുവൻ പടച്ചറബിൽ നിന്നുള്ളതാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ഈ ചിന്ത ബുദ്ധിമാന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പ്രാർത്ഥന ഈ ആയത്തിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കാൻ പറ്റിയ ആയത്തുകളും ഖുർആനിലുണ്ട്, മുഹ്കമാത്തും ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത ആയത്താണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പടച്ചോനെ നേർമാർഗത്തിലാക്കിയതിന്റെ ശേഷം പിന്നെ എന്നെ നീ വഴിതെറ്റിക്കല്ലേ. നിസ്കരിക്കാനും നോമ്പ് വെക്കാനൊക്കെ തുടങ്ങിയിട്ട് പിന്നെ വഴിമാറി പോകാൻ പാടില്ല. ആശയ ദാരിദ്ര്യം നേരിടുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ആലിമീങ്ങളുണ്ട് നമുക്കിതൊക്കെ പഠിപ്പിച്ചു തരാൻ. ഞാൻ പറയട്ടെ, ഈ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ വ്യക്തമായി പഠിച്ച ഒരു ചരിത്രം നോക്ക് നിങ്ങൾ. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ 1965 ഓഗസ്റ്റ് മാസം 29 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ കൂടി. കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവരടങ്ങുന്ന 5 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. കോട്ടുമൽ ഉസ്താദും വാണിയമ്പലം ഉസ്താദുമായിരുന്നതിന്റെ തലപ്പത്ത്. അവരെ രണ്ടുപേരെയും ചുമതലപ്പെടുത്തിയിട്ട് 5 അംഗ സമിതിയെ വെച്ചിട്ട് പഠിച്ചോളാൻ പറഞ്ഞു. അവര് പഠിച്ചിട്ട് 965 2 മാസം പഠിച്ചു. 8 മാസം ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മാസം 16 തീയതി യോഗം ചേർന്നു. അധ്യക്ഷത വഹിച്ചത് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. ഒരു കറാഹത്ത് പോലും തന്റെ ജീവിതത്തിൽ ചെയ്യാത്ത മനുഷ്യൻ, ജീവിതത്തിൽ ഒരിക്കലും ഒരു കറാഹത്ത് ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കാത്ത വിധം ജീവിച്ച മനുഷ്യൻ, ഇത്ര വലിയ സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തിയ ഒരു മനുഷ്യനെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. വാഴക്കാട്ട് പോയി ചോദിച്ചാൽ ആ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആദരവിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും. ഈ കണ്ണിയത്ത് ഉസ്താദ് അധ്യക്ഷം വഹിച്ചിട്ട് ഇത്ര വലിയ ദഅവത്ത് നടത്തുന്ന, ഇത്ര വലിയ നന്മ നടത്തുന്ന ഒരു സംഘടനയെ കണ്ണിയത്ത് തള്ളി പറയില്ലല്ലോ. അപ്പൊ ഞാനൊന്നും പ്രസംഗിച്ചാൽ നിങ്ങൾ അംഗീകരിച്ചു കൊള്ളാമെന്ന് ഞാൻ പറയുന്നില്ല. കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ ഒരു മനുഷ്യൻ എന്തിനാ ഈ സംഘടനയെ തള്ളി പറഞ്ഞത്?
കണ്ണിയത്ത് ഉസ്താദ് അന്ന് കണ്ണിനിപ്പോ വേറെ ചില ആളുകൾ പറഞ്ഞു കണ്ണിയത്ത് ഉസ്താദിന് അത്തമ്പുത്തമാകുമ്പോ പിന്നെ കുറെ അങ്ങനത്തെ ഒരു അവസ്ഥയും അല്ലല്ലോ അന്ന് കണ്ണിയത്തിന്. അത്രമാത്രം പ്രായമായിട്ടില്ലല്ലോ കണ്ണിയത്തിന്. 1965 നല്ല ത്രാണിത്തമുള്ള കെൽപ്പുള്ള ബഹുമാനപ്പെട്ടവർ, മരണം വരെ ശരിക്കും ബുദ്ധിശക്തി പടച്ചറപ്പ് നിലനിർത്തി കൊടുത്ത മഹാനാണ്. ആ മഹാന്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ പടച്ചറപ്പ് നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതം, വ്യക്തിത്വം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയും നിങ്ങൾക്കറിയാം. വറഇന്റെ വിഷയത്തിൽ ഇത്ര മുമ്പിൽ നിന്നിരുന്നൊരു മനുഷ്യൻ വേറില്ല. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം ഒന്നാം നമ്പർ തീരുമാനം അന്നത്തെ ഞാൻ മിനിറ്റ്സ് വായിക്കുന്നത്. കഴിഞ്ഞ യോഗത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പരിശോധിക്കാൻ നിയമിച്ച സബ് കമ്മിറ്റി ഈ യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെപ്പറ്റി ഗാഢമായി അവരുടെ ഗ്രന്ഥങ്ങൾ വഴി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൽ തബ്ലീഗ് ജമാഅത്തിന്റെ തത്വങ്ങൾ മുബത്തദികളുടെ തത്വങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാൽ തബ്ലീഗ് ജമാഅത്ത് മുബത്തദികളുടെ ജമാഅത്താണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. സമസ്തയുടെ തീരുമാനം, അതും കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ, അതും വളരെ വ്യക്തമായി 2 മാസം പഠിച്ചിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നിട്ടാണ് പഠിച്ചത്. ഈ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് 1965 സമസ്ത തീരുമാനമെടുത്തു. തീരുമാനം പത്രത്തിൽ കൊടുത്തു. അപ്പോഴാണ് അറിയപ്പെടുന്ന പ്രഗത്ഭരായ ചില പണ്ഡിതന്മാർ സമസ്തയിൽ നിന്ന് മാറിപ്പോയത്. പ്രതിപാദനരായ പണ്ഡിതന്മാർ, കാസർഗോഡ് ഖാദി ഔറാം മുസ്ലിയാരെ പോലെ, കുറ്റപ്പുറം മൗദ മുസ്ലിയാരെ പോലെ പ്രഗത്ഭരും പ്രതിഭാസമ്പന്നരുമായ ആളുകൾ ചെറിയ പണ്ഡിതരല്ല. ആ മഹാന്മാരായ പണ്ഡിതന്മാർ മാറി ചിന്തിച്ചു. അവരൊരു പുതിയ സംഘടന ഉണ്ടാക്കി, അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തയിൽ നിന്ന് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ ആശയം മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഒക്കെ ആശയം തന്നെയാണ്, ബിദ്അത്താണ് എന്ന് സമസ്ത പ്രഖ്യാപിച്ചപ്പോൾ പഠിച്ചിട്ടാണ് കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള ആളുകൾ അത് പറഞ്ഞത്. ഒരിക്കലും അറിയാതെ പറയില്ല. അത് തീരുമാനിച്ചപ്പോ പ്രഗത്ഭരായ ചില പണ്ഡിതന്മാർ മാറി നിന്നിട്ട് അതിന്റെ പേരിൽ പ്രതിഷേധിച്ചിട്ട് ഇത്ര നല്ല പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ തള്ളിപ്പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. പക്ഷേ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയ പണ്ഡിതന്മാർ കണ്ണിയത്താണല്ലോ ഈ തീരുമാനിച്ചത്. പ്രഥമ ദൃഷ്ട്യാ ഇവർ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ നല്ല പ്രവർത്തനം. അവരാശയങ്ങളെ കുറിച്ചും നമുക്കറിയില്ല. അവിടൊന്ന് പഠിക്കണമെന്ന് അവർ തീരുമാനിച്ചു. നല്ല മനുഷ്യന്മാരായിരുന്നു. വാശിയില്ല അവർക്ക്. വാശിയില്ലാതെ അവർ പഠിക്കാൻ തീരുമാനിച്ചു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവരുടെ പുസ്തകങ്ങളൊക്കെ വരുത്തി. തഖ്വിയത്തുൽ ഈമാൻ അടക്കമുള്ള മൽഫൂദാത്തെ മുഹമ്മദ് ഇല്യാസ് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നിട്ട് അവർ പഠിച്ചിട്ട് ഗവേഷണം നടത്തി നോക്കിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. സമസ്ത പറഞ്ഞത് സത്യമുണ്ട്, വിദേഹത്തിന്റെ ആശയം ഇതിന്റെ അടിസ്ഥാനപരമായ വിദേഹത്തിന്റെ ആശയമാണ്. ഇവർക്കത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. അതുകൊണ്ട് തലപ്പത്ത് വിദേഹത്തുള്ളൊരു സംഘടനയുടെ പിന്നാലെ നിൽക്കേണ്ട കാര്യമില്ല. നമ്മളൊരു സംഘത്തിന്റെ സഹായിയായി മാറിയാൽ അതിന്റെ തലപ്പത്തുള്ള ചെയ്ത കുറ്റവും നമുക്കുണ്ടാവും. അതുകൊണ്ട് അതിൽ ചേരരുത് എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നവർ തീരുമാനിച്ച് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ പിരിച്ചങ്ങോട്ട് വിട്ടു. പണ്ഡിതന്മാരുണ്ടാക്കിയ സംഘടന പോലും പിരിച്ചുവിട്ടു. എന്തിന്? സമസ്ത പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആശയങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ആശയം ശരിക്ക് തലത്ത് പിടിച്ച ഒരാൾ നബിദിനാഘോഷത്തിൽ പങ്കെടുക്കില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സംഘടനക്കെതിരാണ്. അവരുടെ ക്ലാസ്സിൽ, അവരുടെ ഉയർന്ന സഭകളിൽ, അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ അവർ കൊടുക്കുന്ന നിർദ്ദേശം എന്താ? നബിദിനാഘോഷം അനിസ്ലാമികമാണ് എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം എന്താ? നബിദിനം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ജന്മദിനമാണ്. തിങ്കളാഴ്ച നമുക്കൊരു നോമ്പ് സുന്നത്തുണ്ട്. എന്തുകൊണ്ട് സുന്നത്ത്? നബി തങ്ങളോട് ചോദിച്ചു, ഫീഹി വുലിത്തു, അന്ന് ഞാൻ ജനിച്ചു എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിദിനം കഴിക്കുന്നതോ? നബി തങ്ങൾ ജനിച്ച ദിവസത്തിൽ നോമ്പ് സുന്നത്തുണ്ട്. ഒരു തിങ്കളാഴ്ചയെ നബി തങ്ങൾ ജനിച്ചിട്ടുള്ളൂ. എല്ലാ തിങ്കളാഴ്ചകളിലും നോമ്പ് സുന്നത്തായി. വെള്ളിയാഴ്ച പ്രധാന ദിവസമാണ്, സയ്യിദുൽ അയ്യാം. എന്താ കാരണം? ഫീഹി ഖുലിക ആദമു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്നാണ് പഠിച്ചത്. ദിവസങ്ങൾക്ക് പ്രാധാന്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് നമ്മളെ പഠിപ്പിച്ച മാർഗരേഖ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. മഹാന്മാരെ ആദരിക്കുന്നു. തഅദീമു മാ അല്ലമല്ലാഹ്. ഇനി ബറക്കത്തെടുക്കുക, അതുപോലെ തന്നെ തവസ്സുൽ ചെയ്യുക, ഇസ്തിആസ നടത്തുക. ഇതൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പൂർവികർ ചെയ്ത പ്രവർത്തനമല്ലേ? ഇവർ ഇസ്തിആസയെ എതിർക്കുന്നു, തവസ്സുലിനെ എതിർക്കുന്നു, ബറക്കത്തെടുക്കുന്നതിനെ നിഷേധിക്കുന്നു. അതിന്റെ തെളിവുകൾ വ്യക്തമായി ഉണ്ടല്ലോ. ഞങ്ങളതൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് പരമില്ല. മലയാളത്തിലെ ഖുർആൻ പരിഭാഷയിൽ പോലും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമ്മൾ പഠിക്കണം. ലോക പ്രശസ്ത പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗള ഷരീഫിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് പറഞ്ഞില്ലേ,
നബിയെ, അങ്ങയുടെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്, അങ്ങ് എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു റിളാക വഖതമി ബിഹിമാക. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗദയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് പാടുന്നവരായ ഇമാം അബൂ ഹനീഫ തങ്ങള്, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് വെച്ച് പറഞ്ഞ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗദയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അന്തല്ലദീ ലമ്മ തവസ്സല അദമു മിൻ സല്ലത്തിൻ ബിക ഫഅസവഹു അബാക. നബിയെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ പടം പൂജിച്ച സമയത്ത് അങ്ങയെ തവസ്സുൽ ചെയ്തുകൊണ്ടല്ലേ ആ തെറ്റിൽ നിന്ന്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് രക്ഷ കൊടുത്തത്. ലമ്മാ തവസ്സല ആദം എന്ന് പറഞ്ഞു. ഓരോ നബിമാരും തവസ്സുൽ ചെയ്ത വിഷയമോടെ പറയുന്ന ആരാ? ഫബികൽ ഖലീലു ദഅ ഫഅദത നാറുഹു ബർദം വഖദ് ഖമിദത് ബിനൂരി സനാക. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ടപ്പോൾ, നബിയെ, നിങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ടല്ലേ ആ അഗ്നിയെ ഫഅദത നാറുഹു ബർദ, തീയിനെ തണുപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്, ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, വഖദാക അയ്യൂബുൽ ലിദുദ്ദിൻ മസ്സഹു ഫൗസില അൻഹു റുഹീന ദഅക. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുരിതം ബാധിച്ചപ്പോൾ അങ്ങേ വിളിച്ചപ്പോഴല്ലേ ദുരിതം മാറിയത്? ഇത്ര വലിയ പവറുള്ള മഹാനല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു കരഞ്ഞു പറഞ്ഞു, അനതാമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലിഅബീ ഹനീഫത ഫിൽ അനാമി സിവാക. ഈ അബൂ ഹനീഫക്ക് ഭൂമിയിൽ നിങ്ങളല്ലാതെ ആരുമില്ല നബിയെ. അത് പറഞ്ഞതിന്റെ പേരിൽ അബൂ ഹനീഫ ഇമാമ ദീനിന്ന് പുറത്തു പോയോ? അബൂ ഹനീഫ ഇമാമ ദീനിന്ന് പുറത്തു പോയോ? അവ തവസ്സുൽ പറ്റില്ലേ, ഇസ്തിവാസ പറ്റില്ലേ? പഠിക്കും നിങ്ങൾ. നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ, ബർക്കത്ത് എന്ന സംഗതി ഇല്ലേ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നബി തങ്ങളോട് വന്നിട്ട് അബൂ ഹുറൈറ തങ്ങൾ പരാതിപ്പെട്ടു, ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറ. നബിയെ, ഞാൻ ഒരുപാട് ഹദീസ് കേൾക്കുന്നുണ്ട്, വലാകിൻ ഉഹിബ്ബു അല്ലാ അൻസ, മറക്കാതിരിക്കണം എന്നൊരു മോഹനിക്കുണ്ട്, കേട്ടതൊക്കെ മറക്കണം, എന്താ ഞാൻ ചെയ്യാ? ഞാൻ കുറെ കേൾക്കണോ, പക്ഷേ മറക്കുന്നു, എന്തു ചെയ്യണം? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ അപ്പ ചോദിച്ച ചോദ്യം എന്താ? ഉപസുത്തരിതാക്ക, മുണ്ടുണ്ട് വിരിച്ചോന്ന്. മറവിക്ക് മരുന്ന് ചോദിച്ചതാ, മുണ്ട് വിരിച്ചോ. എന്താ മുണ്ടിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലപ്പാവ് അഴിച്ചിട്ട് വിരിച്ചു കൊടുത്തു, മുണ്ടിന് വിരിച്ചു കൊടുത്തു. മുണ്ട് വിരിച്ചപ്പോ ഹദീസിന്റെ കിതാബിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന എന്താ സംശയം? ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നു, ഫഖദഫ ബിയദിഹി ശരീഫത്തി മിനൽ ഹവാഇ ഫിദ്ദിദാൽ, വായുമണ്ഡലത്തിൽ നിന്നും എന്തോ കോരിയിട്ട് ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഇങ്ങനെ ഇട്ടു. എന്താണ് കോരിയത്, എന്താണ് അതിലേക്ക് ഇട്ടത്, ആർക്കും അറിയില്ല. ഫഖദഫ ബിയദിഹി ശരീഫത്തി മിനൽ ഹവാഇ ഫിദ്ദിദാൽ ഖാല വമ്മഹു, കൂട്ടിപ്പിടിച്ചോ എന്ന് പറഞ്ഞാണ് കൂട്ടിപ്പിടിച്ചു. എന്തോ വാരിട്ടു, മുണ്ടാണ് കൂട്ടിപ്പിടിച്ചതിലൊന്നുമില്ല, വായു മാത്രമേ ഉള്ളൂ. ഫമാ നസീതു ശൈഅൻ ബഅദു, അതിന്റെ ശേഷം ഞാൻ ഒരു സംഗതിയും മറന്നിട്ടില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഹദീസിന്റെ കിതാബിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ചെയ്ത പ്രവർത്തനം? വായുമണ്ഡലത്തിൽ എന്തോ ബർക്കത്ത് എന്ന സംഗതി ഇല്ലേ? ബർക്കത്ത് എന്ന് പറയുന്ന സംഗതി ഇല്ലേ? ഖന്തക്കിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ജാബിർ റളിയല്ലാഹു തആല ക്ഷണിച്ചപ്പോ പോയില്ലേ? ഒരു ലേശം ഭക്ഷണം എന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ നബി തങ്ങൾ എല്ലാരും കൂടി വിളിച്ചു, എല്ലാരും കൂടി വിളിച്ചിട്ടാണ് കൊണ്ടുപോയി. ജാബിർ റളിയല്ലാഹു പേടിച്ചുപോയി. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ചട്ടി ഇറക്കണ്ട, ഞാൻ വരുന്നത് വരെ ഒന്നും ചെയ്യണ്ട. നബി തങ്ങളെ പോയി ബർക്കത്താക്കി ഭക്ഷണം വിളമ്പി. ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ജാബിർ റളിയല്ലാഹു തആല അത്ഭുതത്തോടു കൂടി പറഞ്ഞു, ഫഉഖ്സിമു ബില്ലാഹി, പടച്ചോനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, വൽ ഖൗമു അൽഫുൻ, 1000-ഓളം ആൾക്കാരുണ്ട്. 1000-ഓളം ആൾക്കാർ ഹത്താ അക്കലു വൻസറഫു, തിന്നിട്ടാണ് പിരിഞ്ഞു പോയി. ഫഇന്ന ബുർമതനാല തഅയ്തു, ഞങ്ങളെ ചട്ടിയിൽ അത്ര അപ്പടും ഉണ്ടായിരുന്നു. ഈ സൽക്കാരം നടത്തിയ വീട് ഇപ്പോഴും നിങ്ങൾ മദീനത്തെ ഖന്തക്കിൽ ചെന്നാൽ, ഖന്തക്കിന്റെ പുറകിലേക്ക് റോഡിന്റെ മേപ്പോട്ടൊന്ന് കയറിയാൽ മസ്ജിദ് ബനി ഹറാം എന്നൊരു പള്ളിയുണ്ട് അവിടെ. ആ പള്ളിയാണ് ആ വീട്. ആ പള്ളി ഇന്ന് ജാബിർ റളിയല്ലാഹു അൻഹു വീട് പള്ളിയാക്കിയത് മസ്ജിദ് ബനി ഹറാം എന്നാണ് ആ പള്ളിന്റെ പേര്. ആ സംഭവം നടന്ന പള്ളിപ്പോഴും അവിടെ ഉണ്ട്. അന്ന് പള്ളിയല്ല, അന്ന് വീടാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ആയിരക്കണക്കിന് ആളുകളെ ഇത്തിരി പത്തിരി കൊണ്ട്, ഇത്തിരി ഭക്ഷണം കൊണ്ട് മുഴുവൻ ആളുകളെ മൂട്ടി. അങ്ങനല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തത്. ഖതാദ റളിയല്ലാഹു തആല അവന്റെ കണ്ണുകൾ ഇവിടെ പങ്കെടു വെച്ചു കൊടുത്തു. യമൻ റദത്തൈല ഖതാദതൈനഹു വലിജാബിരിൻ നജ്ലൈഹി വസ്സഅബൈനഹു യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി
മിൻ ജഹന്നമ ഫീ ഗദി. ഇത് മുസ്ലിങ്ങളുടെ ഒരു പാരമ്പര്യ. ഇത് പാടുകയോ പറയുകയോ ചെയ്താൽ ദീനിൽ നിന്ന് പുറത്തു പോവോ? ഇത് തെറ്റാണ് എന്ന് പറയുന്ന ആശയം ശരിയാണോ? നിങ്ങൾ ചിന്തിക്കുക. ഈ രീതിയിൽ ജനസമൂഹത്തെ ചിന്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആദർശത്തിലും ആശയത്തിലും വ്യതിരിക്കുന്ന ആളുകൾ അദൃശ്യജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന് പോലും ഒന്നും അറിയില്ല അദൃശ്യം എന്നാ പറഞ്ഞ അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അറിയില്ലേ? ഇത് ആരുടെ വാദമാ? ഈ വാദം ആരുടെ വാദമാ? സത്യത്തിൽ ഈ വാദം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കൂടെ ഉണ്ടായത് മുനാഫിക്കീങ്ങളുടെ വാദമാണ്. ബനുൽ മുസ്തലിക്ക് യുദ്ധം കഴിഞ്ഞുകൊണ്ട് മടങ്ങുന്ന സമയത്ത് കാറ്റും മഴയും വന്നു. യാത്ര തടസ്സപ്പെട്ട് അവിടെ നിന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അല്പം മുമ്പ് ജനസമൂഹത്തോട് പറഞ്ഞിരുന്നു, ഫഅഖ്ബറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗത്തി റിഫാഅത്ത് ബിൽ മദീന. മദീനത്തെ റിഫാഅത്ത് എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ച വിവരം പറഞ്ഞിരുന്നു. ഈ വിവരം നബി തങ്ങൾ അറിയിച്ചത് മദീനത്ത് ഒരാൾ മരിച്ച വിവരം നബി തങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു. മുനാഫിക്കുകൾക്ക് ക്ഷീണമുണ്ടാകുന്ന വാർത്തയാണെങ്കിലും നബി തങ്ങൾ അറിയിച്ചു കൊടുത്തു. അങ്ങനെ കാറ്റും മഴയൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തെ നബി തങ്ങൾ ഒട്ടകത്തെ കാണാനില്ല. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഉന്ദുറു ഐന നാഖത്തി, എന്റെ ഒട്ടകം എവിടെ നോക്ക് കാണാനില്ല. അപ്പോഴാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ് പറഞ്ഞു, അലാ തഅജബൂന മിൻ ഹാദർ റജുൽ, അലാ തഅജബൂന മിൻ ഹാദർ റജുൽ. ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നുന്നില്ലേ? യുഖ്ബിറു അൻ മൗത്തി റജുലിൻ ബിൽ മദീനത്തി, മദീനത്ത് ഒരാൾ മരിച്ച വിവരം ഇവിടെ വെച്ച് ഇയാൾ പറയണു. വലാ യഅരിഫു ഐന നാഖത്തുഹു, ഒട്ടകം എവിടെ പോയതെന്ന് മൂപ്പർക്ക് അറിയില്ല. എന്ത് മനുഷ്യനാണ്? മദീനത്ത് ഒരാൾ മരിച്ച വിവരം ഇവിടെ പറയും, തന്റെ ഒട്ടകം എവിടെയെന്ന് അറിയില്ല. ഈ വിവരം അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നാഖത്തി ഫീ ഹാദിഹി ശഅബി ഖത്തഅല്ലക സിമാമുഹാ ബി ശജറത്തിൻ. എന്റെ ഒട്ടകം ആ താഴ്വരയിലുണ്ട്, ഒരു മരത്തുമല്ല അതിന്റെ കയറ് കുടുങ്ങി കിടക്കുക. ഫവജദഹ അലാ മാ ഖാല, ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞ പോലെ അവിടെ ഉണ്ടായിരുന്നു. നബിക്ക് അറിയാത്തല്ല, അറിയാത്തതുകൊണ്ടല്ല, അള്ളാഹ് അറിയിച്ചു കൊടുത്തു. നബി തങ്ങളെ മോശമാക്കിയപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന് സന്ദർഭോചിതമായി കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. അതിനെന്താ തർക്കം? അബൂ സഈദ് അൽ ഖറാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ പ്രസിദ്ധമായ ഇഹ്യയിൽ പറഞ്ഞിട്ടില്ലേ? അബൂ സഈദ് അൽ ഖറാസ് പരിശുദ്ധമായ മക്കത്ത് ചെന്ന് ഹറമിൽ പ്രവേശിക്കാൻ ഇരിക്കുന്ന സമയത്ത് അബൂ സഈദ് അൽ ഖറാസിന്റെ അനുഭവം, ഞാൻ പള്ളിയിലേക്ക് കിടക്കുമ്പോ റായത്തു റജുലൻ, ഞാനൊരാളെ കണ്ടു, അലൈഹി ഖിർഖത്താനി, 2 കഷ്ണം തുണിയുണ്ട്, പഴയ തുണിയെടുത്ത ഒരാൾ. അപ്പൊ കണ്ടപ്പോ ഒരു ഫക്കീറ, നാട്ടിൽ ഫക്കീർ വന്ന് നമുക്കൊരു വിഷമുണ്ടാവും, ഓനെ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ അബൂ സഈദ് അൽ ഖറാസ് നമ്മളൊക്കെ പറയുന്ന പോലെ മനസ്സ് പറഞ്ഞു, ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എന്റെ മനസ്സ് പറഞ്ഞു, ഹാദാ വ അശ്ബാഹു കല്ലുൻ അലന്നാസ്, ഇവനും ഇവനെ പോലത്തെ ആളുകളും ജനങ്ങൾക്ക് വലിയൊരു ഭാരമാവുമല്ലോ, പൈസ ഇല്ലാത്ത നമ്മൾ സഹായിക്കണ്ടില്ല എന്ന് മനസ്സ് തോന്നിയിട്ടേ ഉള്ളൂ. അയാളെ കേട്ടിട്ടില്ല, ഉറക്കെ പറഞ്ഞിട്ടില്ല. ആ വ്യക്തി നേരെ വന്നിട്ട് വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൽബിൽ ഉദിക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഖുർആനായിട്ട് ഓതി, വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹദറു, നിങ്ങളെ മനസ്സിൽ ഉദിക്കുന്നതൊക്കെ പടച്ചറപ്പ് അറിയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ എന്ന് ഖുർആന്റെ ആയത്ത് ഓതിക്കൊണ്ട് ഞെട്ടിപ്പോയി. ഞാൻ മനസ്സ് കരുതി എങ്ങനെ അദ്ദേഹം അറിഞ്ഞത്? അബൂ സഈദ് പറഞ്ഞു, ഫസ്തഗ്ഫിറുല്ലാഹ ഫീ സിദ്ദി, ഞാൻ രഹസ്യമായിട്ട് പടച്ചവനോട് പൊറുക്കലിട്ട്, റബ്ബേ പൊറുക്കണേ, അയാൾ എന്താണ് ഞാൻ മനസ്സിൽ കരുതിയ അയാൾ അറിഞ്ഞല്ലോ, എന്റെ കൽബിലുള്ളത് അയാൾ അറിഞ്ഞല്ലോ, പൊറുക്കലിനെ തേടി ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ കണ്ണൂർ നോക്കുമ്പോൾ ഈ മനുഷ്യൻ വീണ്ടും മുന്നിൽ. അയാൾ പറഞ്ഞു, ഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അല്ലാഹ് അടിമകളെ തൗബ സ്വീകരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. മൂപ്പർ പോവുകയും ചെയ്തു. വീണ്ടും അയാൾ പറഞ്ഞു, അപ്പൊ തൗബ ചെയ്തതും അയാളാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്ന് ഓവർ, അത് ഓവറൊന്നുമല്ല, സംഗതി അറിയേണ്ടവർക്ക് പഠിച്ചടപ്പ് അറിയിച്ചു. അങ്ങനെ ഒരു വിശ്വാസം എന്ന് കരുതി അന്ധവിശ്വാസം ഒന്നും സമത്വം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു അന്ധവിശ്വാസം പറ്റൂല. അന്ധമായ വിശ്വാസങ്ങളൊന്നും സമത്വ കേരള ജമിയത്തിൽ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഒരു ശൈഖുണ്ട്, വേങ്ങാട്ടി, എത്ര ശക്തമായിട്ട് സമത്വത്തിനെ എതിർക്കുന്ന എന്താ കാരണം? അതിന്റെ രീതി ശരിയല്ല. നേരെ മറിച്ച് യഥാർത്ഥ ശൈഖന്മാരെ സമത്വം അംഗീകരിക്കുന്നു. ഒരാള് വന്ന് ഇവിടെ അത്ഭുതം കാണിച്ചാൽ ലൗ അന്ന റജുലൻ ബസത മുസല്ലാഹു ഫിൽ ബഹ്റന, കടലിൽ മുസല്ലിട്ട് ഒരാൾ നിസ്കരിച്ചാലും ഔ തറബഅഫിലഹുവായി വായുമണ്ഡലത്തിൽ ചമ്രം പടിഞ്ഞിരുന്നാലും ഫലാ തൗതറു ബിഹി, ചതി കുടുങ്ങാൻ പോണ്ടാന്ന. ബഹറിൽ മുസല്ലിട്ട് നിസ്കരിച്ചാലും ആകാശത്ത് വട്ടവിട്ട് പറന്നാലും ശരി വിശ്വസിക്കണ്ട. ഹത്താ തൻദുറു കൈഫ തജിദൂനഹു, അയാൾ എങ്ങനെയാണ് എന്ന് കണ്ട് ബോധ്യപ്പെടുന്നത് വരെ ഫിൽ അംരി വൻ നഹി വ ഹിഫ്ദുൽ ഹുദൂദി വ അദാഇ ശരിഅ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അയാൾ എങ്ങനെയുണ്ട് എന്ന് ശരിക്കും പഠിച്ചിട്ടല്ലാതെ അയാളെ പിന്നാലെ പോവണ്ട. അയാൾ വലിയല്ല, വലിയാകണമെങ്കിൽ അടിസ്ഥാന പ്രമാണങ്ങൾ നോക്കണം. നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്തിരിഞ്ഞാൽ മതി. സമത്തെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. ഇത് അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതാ. കണ്ണ് കണ്ടവനെ മുഴുവൻ വലിയാക്കാനും അതിന്റെ പിന്നാലെ പോകാനൊന്നും സമത്ത പറഞ്ഞിട്ടില്ല.
ഒരു അന്ധവിശ്വാസവും സമത്തെ പഠിപ്പിച്ചിട്ടില്ല. ഒരു മക്കബറയിൽ ചെന്ന് പൂവിട്ട് പൂജിക്കാനോ അവിടെ സുജൂദ് ചെയ്യാനോ സമത്തെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു ആ മഹാന് കൊടുത്ത കഴിവ് കൊണ്ട് നമ്മൾ പടച്ച റബ്ബിനോട് ചോദിക്കുന്നു എന്ന് മാത്രം. ഇമാം റാസി തങ്ങൾ ഉദ്ധരിച്ചില്ലേ, അൽ അബ്ദു ഒരടിമ ഇദാ വാളബ അല ത്വാഅത്ത്, ആരാധനകളിൽ എല്ലാ സമയത്തും മുഴുകിയാൽ ബലഅ ഇലൽ മഖാം, അയാൾ വലിയ ഒരു പദവിയിലേക്ക് ഉയരും. അത് നിങ്ങളൊക്കെ ഉയരും. ഏതാണ് ആ പദവി? ആ പദവിയിലേക്ക് ആരാധനയിൽ ഇദാ വാളബ അല ത്വാഅത്തി, നിരന്തരമായി ആരാധന തന്നെ. അങ്ങനെയാണെങ്കിൽ ബലാഇൽ മഖാം അല്ലദീ യഖൂലുല്ലാഹു, അല്ലാഹു പറയുന്നൊരവസ്ഥയിലെത്തും കുന്തു ലഹു സമഅൻ വ ബസറൻ, ഞാൻ അവന്റെ കാഴ്ചയാകും, ഞാൻ അവന്റെ കേൾവിയാകും. ഫൈദാ സോറ, ഈ അവസ്ഥ പ്രാപിച്ചാൽ ഫൈദാ സോറ നൂറു ജലാലില്ലാഹി സമഅൻ ലഹു, അല്ലാഹുവിന്റെ പ്രകാശം അവന്റെ കേൾവിയായി മാറിയാൽ സമിഅൽ ഖരീബ വൽ ബഈദ്, അടുത്തുള്ളതും കേൾക്കും അകലുള്ളതും കേൾക്കും. വൈദാ സോറ ദാലിക നൂറു ബസറൻ ലഹു, അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം അവന്റെ കാഴ്ചയായി മാറിയാൽ റഅൽ ഖരീബ വൽ ബഈദ്, അവൻ അടുത്തതും അകന്നതും കാണും. മമ്പുറത്തെ തങ്ങൾ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ അതറിഞ്ഞിട്ട് തന്റെ ശിഷ്യനെ കൊണ്ട് ചൂട്ടുകെട്ടി തെങ്ങുമേൽ കയറി വീശിയിട്ട് അവർക്ക് ദിശ കൊടുത്തു. അടുത്ത ദിവസം അവർ കരക്കണഞ്ഞപ്പോ മജ്ലിസിൽ വന്നുകൊണ്ട് പാരിതോഷികം കൊടുത്തു. ഈ സംഭവം പഴയ കാലഘട്ടത്തിലെ ആളുകൾക്കറിയാം. എങ്ങനെയാണ് കടലിൽ കുടുങ്ങിക്കിടന്നവർ അമ്പർത്ത് തങ്ങൾ കണ്ടത്? ഈ കണ്ണും ഈ ചെവിയുമാണത് പടച്ചറപ്പ് കൊടുക്കുന്നതാ. മാസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു എന്ന് പറഞ്ഞ സുന്നത്തുകൾ കൊണ്ട് ഒരു മനുഷ്യൻ പടച്ചറപ്പിലേക്ക് അടുത്താൽ അങ്ങനെയാണ്. അപ്പോ ഒരു വലിയ എന്ന് പറഞ്ഞാൽ അയാളെ ഏറ്റവും വലിയ കറാമത്ത് നിരന്തര ആരാധനയാണ്, അത്ഭുതം കാണിക്കലല്ല. അന്നമിൻ അജല്ലിൽ കറാമാത്തിലെത്തി തക്കൂനുലിൽ ഔലിയായി ദവാമു തൗഫീഖിൽ ത്വാഅത്ത് എന്ന റിസാലത്തുൽ ഖുശൈരിയിൽ പറഞ്ഞത്. ദവാമു തൗഫീഖിൽ ത്വാഅത്ത്, എപ്പോഴും ആരാധനയിൽ നിമഗ്നനായിരിക്കുക. അപ്പൊ പടച്ചറപ്പിലേക്ക് ഇങ്ങനെ അടുക്കും. അതിനാരും അത് അല്ലാഹു കൊടുക്കുന്ന കഴിവാ. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതിനിടയ്ക്ക് വ്യാജന്മാർ വന്നാൽ വ്യാജന്മാരെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. അപ്പൊ ചുരുക്കത്തിൽ അവസാനമായും ആദ്യമായും സൂചിപ്പിച്ച കാര്യം എനിക്ക് ഉദ്ധരിക്കാനുള്ളത്, എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഈ ചെയ്യുന്ന പ്രവർത്തനം നല്ലതാണ് എന്നതുകൊണ്ട് മാത്രം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതിൽ ലയിച്ചു പോകരുത്. കാരണം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള ആദർശവും ആശയവും എന്താണെന്നൊന്ന് പഠിക്കണം. അത് പഠിച്ചതിന് ശേഷമേ നിങ്ങൾ അതിലേക്ക് പോകാവൂ. അത് പഠിക്കാനും ഇരിക്കാനുമുള്ള എല്ലാ സൗകര്യവും പടച്ചറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അതേക്കുറിച്ച് വിശദമായി പഠിക്കുക, കൂടുതൽ അറിയുക. സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ദഅവത്ത് നമ്മുടെ കടമയാണ്. നമ്മൾ ദഅവത്ത് നിർവഹിക്കണം. ഈ കേരളത്തിൽ 9300 പരം മദ്രസകൾ നടത്തുന്നത് ദഅവത്തിന് വേണ്ടിയാണ്. 10,000-കണക്കിന് ദർസുകൾ നടത്തുന്നത് ഈ ആലിമീകളൊക്കെ ദിവസവും ചെയ്യുന്ന ദഅവത്താ. ഇതിവിടെ സ്ഥാപിച്ചതും പ്രവർത്തിച്ചതും ആരാ? അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ കൗമ് ദീനി ദഅവത്തിന് വേണ്ടി സജ്ജരായില്ലേ? മഹല്ല് ഫെഡറേഷന്റെ പ്രവർത്തനം, അനുബന്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഇവിടെ നടക്കുന്നു? എത്ര ആളുകൾ അതുകൊണ്ട് ദീൻ മനസ്സിലാക്കുന്നു? ആ രീതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആദർശത്തോട് കടപ്പെട്ടതാണ്. മറ്റുള്ള പ്രവർത്തകർ ചെയ്യുന്നത് പോലെ നമുക്ക് ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കാം, മദ്യപാനികളെ നിർവഴിക്കാക്കാം. എത്രയോ ആളുകളെ സുന്നത്യമായത്തിന്റെ പ്രവർത്തകർ തന്നെ ഡി അഡിക്ഷൻ സെന്ററുകൾ നടത്തുന്നുണ്ട്, മദ്യപാനികളെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഈ പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ദഅവത്തിന്റെ മേഖല ശരിക്കും ഉപയോഗപ്പെടുത്താൻ SKSF, SYS അനുബന്ധ പ്രവർത്തനമൊക്കെ അവരുടേതായ ദൗത്യ നിർവഹണം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് ഏതെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായ ഒന്ന് മാത്രം എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിനെ വലുതാക്കി കാണിക്കുന്നത് സമൂഹത്തിൽ എപ്പോഴും ചെറുവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കപ്പെടും, ഭൂരിപക്ഷം ആളുകൾ ശ്രദ്ധിക്കപ്പെടില്ല. ഭൂരിപക്ഷമായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സേവനം പലരും മനസ്സിലാക്കാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിക്കൊണ്ട് വളരെ വ്യക്തമായി കാര്യങ്ങൾ ഗ്രഹിക്കണമെന്ന് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിലേക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഈ നല്ല മജ്ലിസ് ഇവിടെ ഇതുപോലെ ഒരുമിച്ചുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇതിനുവേണ്ടി ഇവിടെ ഒരുമിച്ചത് ഒരു സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്, ആരോടുമുള്ള വിദ്വേഷം പ്രകടിപ്പിക്കാനല്ല. നിങ്ങൾക്കിടയിലേക്ക് നമ്മുടെ പ്രവർത്തകർ ബക്കറ്റുമായി വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കൊരു ദുആ ചെയ്ത് പിരിയാം. നിങ്ങളെ മുമ്പിലേക്ക് വരുന്ന ബക്കറ്റുകളെ നല്ല നിലക്ക് നിങ്ങൾ സ്വീകരിക്കുക. അർഹമുറാഹിമായ തമ്പുരാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒന്നിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാവട്ടെ.